ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ കുറച്ച് അതായത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എങ്ങനെയൊക്കെ ആൻസേഴ്സ് ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഈ ഒരു +1 ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. എന്റെ ഓഡിയോ ഇടയ്ക്കിടയ്ക്ക് കട്ട് ആവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഓഡിയോ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ, ശരി. നേരത്തെ പോയായിരുന്നു. അതെ അതെ, നേരത്തെ പോയിരുന്നു. ശരി, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ, അതായത് +1 ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഞാൻ രാവിലെ ഇതിന്റെ PDF ഇട്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയിരുന്നോ? പിന്നെയും പോയ ഓഡിയോ. നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണേ. എനിക്ക് ഓഡിയോ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവണില്ല. കുറച്ച് വായിച്ചു, പിന്നെ ടോട്ടൽ കൺഫ്യൂഷൻ ആയി. അതെ, ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ എഴുതിയേക്കുന്ന മലയാളം എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയുള്ള മലയാളമാണ്. ഇത് നമുക്ക് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടത്. അതിൽ ഫുള്ളി അതിൽ വായിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടോളൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം വായിക്കാൻ സുഖമില്ല, നമുക്ക് മനസ്സിലാവില്ല. ഇതിന്റെ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവും, ഇതിന്റെ മലയാളം വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അതതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇതിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചേക്കുന്ന കുറേ പോയിന്റുകൾ ഉണ്ട്. അതല്ലാണ്ട് വേറെയും കുറച്ച് പോയിന്റ്സ് എക്സ്ട്രാ ഉണ്ട്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ, അതായത് ഇപ്പൊ എക്സാം വരാൻ ഇനി എനിക്ക് ഒരു 9 ദിവസം കൂടി അല്ലേ ഉള്ളൂ. ഈ ലാസ്റ്റ് ടൈമിൽ ഇത് പഠിപ്പിക്കുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ കുറച്ചും കൂടി ഹയർ ലെവലിൽ പഠിക്കേണ്ട ഒരു സാധനമാണ്. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി. നമുക്കറിയാം, ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് 6 ഡിവിഷൻസ് ഉണ്ട് അല്ലെ? 6 ഫിസിക്കൽ ഡിവിഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇത് എങ്ങനെ ഫോം ചെയ്തു, ഈ ഒരു ഫോർമേഷന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം പറയുന്നത്. പിന്നെയാണ് ഓരോ ഫിസിക്കൽ ഡിവിഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഡിവിഷനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് പ്ലേറ്റ് ടെക്ടോണിക്സ്. പ്ലേറ്റ് ടെക്ടോണിക്സ് അറിയാമോ? പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫലകങ്ങളുടെ ചലനത്തെ പറ്റി. ഫലകങ്ങളെയൊക്കെ കേട്ടിട്ടില്ലേ? ആ, ഫലകങ്ങൾ എവിടെയാ ഉള്ളത്? ഫലകങ്ങൾ എവിടെയാ ഉള്ളത്? നിങ്ങൾ എല്ലാവരും ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇവിടെ ഇപ്പൊ 24 പേരുണ്ട്. ഈ 24 പേരില് ഫിസിക്കൽ ജോഗ്രഫി പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഫിസിക്കൽ ജോഗ്രഫി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വേൾഡ് ജോഗ്രഫി എന്ന് വിളിക്കാറുള്ള ജോഗ്രഫി ഇല്ലേ? നമ്മുടെ ഇന്റീരിയർ ഓഫ് ദി എർത്തും അറ്റ്മോസ്ഫിയർ, ഭൂമിയുടെ ഉള്ളറ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയോ? പഠിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതെന്താ സാധനം എന്ന് ഒരു ഡൗട്ട് വരും. ആ ഡൗട്ട് ഉണ്ടാവും. അത് നിങ്ങൾ ആ സംഭവം പഠിക്കാത്തതുകൊണ്ടാണ്. പേടിക്കണ്ട. നമുക്ക് പിന്നെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഫുള്ള് പറയാനുള്ള ടൈം നമുക്കില്ല. പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. നമ്മൾ ഇന്റീരിയർ പഠിക്കുമ്പോൾ നമുക്കറിയാം വിവിധ ലെയേഴ്സ് ഉണ്ട് അല്ലേ? ക്രസ്റ്റ്, മാൻഡില്, കോർ എന്നൊക്കെ പറഞ്ഞ് വിവിധ ലെയേഴ്സ് ഉണ്ട്. ഇതിൽ ഈ ക്രസ്റ്റിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ലെയർ ഏതാ? അതായത് ക്രസ്റ്റിന്റെ താഴെയും മാൻഡിലിന്റെ മുകളിലുമായിട്ട് ഒരു ലെയർ കിടപ്പില്ലേ? അതിന്റെ പേരെന്താണ്? അതിന്റെ പേരെന്താ? ക്രസ്റ്റിന്റെ തൊട്ട് താഴെയും മാൻഡിലിന്റെ മുകളിലുമായിട്ട്, അപ്പർ മാൻഡിലിന്റെ മുകളിലുമായിട്ട് ഒരു ചെറിയ ഭാഗം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതാണ് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. ഈ ശിലാമണ്ഡലം എങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്? വലിയ ആ
വലിയ റോക്ക് സ്ട്രക്ചേഴ്സും കൊണ്ടാണ് ശിലാമണ്ഡലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വലിയ റോക്ക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ചിലതൊക്കെ എന്തുണ്ടാവും, ഒരു കോണ്ടിനെന്റിന്റെ അത്രയും വലുപ്പമൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്ലേറ്റുകൾ എന്ന് വിളിക്കാം. ഈ വലിയ റോക്ക് സ്ട്രക്ചേഴ്സിനെ നമുക്ക് പ്ലേറ്റുകൾ അഥവാ ഫലകങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ ഈ ലിത്തോസ്ഫിയറിൽ എന്താ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്? വിവിധ ഫലകങ്ങളാണ്. ഈ ഫലകങ്ങൾ എന്ത് ചെയ്യും? ഈ ലിത്തോസ്ഫിയറിൽ ഉള്ളിൽ കിടന്നിട്ട് മൂവ് ചെയ്യും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. അത് പല രീതിയിൽ മൂവ് ചെയ്യും. ചിലപ്പോൾ ഈ ഫലകങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഈ ഫലകങ്ങൾ ഇങ്ങനെ വന്ന് കൂട്ടിയിടിക്കും. ചിലപ്പോൾ ഈ ഫലകങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഫലകങ്ങൾ പരസ്പരം അകന്നു പോകും. ചിലപ്പോൾ കൂട്ടിയിടിക്കും, ചിലപ്പോൾ അകന്നു പോകും, ചിലപ്പോൾ ഇത് വല്ല മെല്ലെ ഇങ്ങനെ സ്ലിപ്പ് ആവും, തെന്നി മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ സെക്കൻഡിൽ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഭൂമിന്റെ അടിയിൽ കിടന്നിട്ട് ഈ ഫലകങ്ങൾ എന്ത് ചെയ്യുക? ഈ പ്ലേറ്റുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിവിധ മൂവ്മെന്റുകളെയാണ് നമ്മൾ ഫലകങ്ങളുടെ ചലനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് ഭൂമിയുടെ ഉള്ളിലും ഭൂമിയുടെ പുറത്തുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിവിധ തരത്തിലുള്ള ചലനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ പല തരത്തിലുള്ള ബലങ്ങൾ എന്നൊക്കെ പറയാം. അന്തർജന്യ ബലം, ബാഹ്യബലം, അങ്ങനെ വിവിധ ബലങ്ങൾ എന്നൊക്കെ പറയാം. ഭൂമിന്റെ ഉള്ളിൽ നടക്കുന്നതാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? അന്തർജന്യം എന്ന് വിളിക്കും. ഭൂമിക്ക് പുറത്താണെങ്കിൽ നമ്മൾ അതിനെ ബാഹ്യം എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് അത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്തരത്തിൽ എന്തുണ്ട്? വലിയ ഫലകങ്ങൾ ഉണ്ട്. അതിലൊരു ഫലകമാണ്, ഒരു പ്ലേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ പ്ലേറ്റ്. ഓക്കെ, ഇന്ത്യൻ ഫലകം എന്ന് പറയുന്നത്. ഇവിടെ വരയ്ക്കാം. ദാ ഇതാണ് ഇന്ത്യൻ ഫലകം. ഇനി മുകളിൽ എന്താ ഉള്ള? ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് എന്താ ഉള്ള? ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് എന്ത് കാണാം? ഇവിടെ ചൈനയൊക്കെ ഇല്ലേ? ഇതിനെ നമുക്ക് എന്ത് വിളിക്കും? മുകളില് റഷ്യ ഉണ്ട്, ഇവിടെ റഷ്യയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന, ഈ റഷ്യയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്തെന്നാ വിളിക്കുക? അപ്പൊ എന്ത് ഫലകമായിരിക്കും? ഫലകം. ഇതാണ് യുറേഷ്യൻ ഫലകം അല്ലെ? യുറേഷ്യൻ ഫലകം. അപ്പൊ ഈ ഫലകങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഫലകങ്ങൾ എന്ത് ചെയ്യും? പരസ്പരം മൂവ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇന്ത്യൻ ഫലകം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ ഫലകം ഇങ്ങനെ മുകളിലോട്ടേക്ക് പോകും. ഇങ്ങനെ മുകളിലോട്ടേക്ക് പോയിട്ട് എവിടെ വന്നിരിക്കും? നമ്മുടെ യുറേഷ്യൻ ഫലകത്തിൽ വന്നിരിക്കും. അപ്പൊ ഇത്തരത്തില് ഫലകങ്ങൾ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്ന വിവിധ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഭൂമി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഗോണ്ട്വാന ലാൻഡ്, ലൊറേഷ്യൻ ലാൻഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ, ഇന്ന് നമുക്ക് എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? ഇപ്പൊ നമുക്ക് എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? ആ, എന്നാ പണ്ട് പണ്ട് നമുക്ക് ഈ 7 കോണ്ടിനെന്റ്സ് ഉണ്ടാകുന്നില്ല. പണ്ട് ഈ കോണ്ടിനെന്റ്സ് ഒക്കെ ഇപ്പൊ നമുക്കിപ്പോ നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് നോർത്ത് അമേരിക്ക ഉണ്ട്, താഴെ സൗത്ത് അമേരിക്ക ഉണ്ട്, ഇവിടെയായിട്ട് യൂറോപ്പ്, ഇവിടെ ആഫ്രിക്ക, ഇവിടെയായിട്ട് നമ്മുടെ ഏഷ്യ, പിന്നെ ഓസ്ട്രേലിയ, ഇങ്ങനെയാണ് നമ്മുടെ വിവിധ കോണ്ടിനെന്റുകൾ കിടക്കുന്നത്. പണ്ട് ഈ കോണ്ടിനെന്റ് ഒക്കെ എങ്ങനെയാ കിടക്കുന്നത്? ഒരൊറ്റ കോണ്ടിനെന്റ് ആയിരുന്നു അല്ലെ? ഈ ഒരൊറ്റ കോണ്ടിനെന്റ് നമ്മൾ എന്താ വിളിച്ചിരുന്നത്? ഈ ഒരൊറ്റ കോണ്ടിനെന്റിന് പണ്ട് നമ്മൾ കൊടുത്ത, സിംഗിൾ കോണ്ടിനെന്റിന് പണ്ട് നമ്മൾ കൊടുത്ത പേരാണ് പാഞ്ചിയ. ഓക്കെ, പാഞ്ചിയ. ഓക്കെ, ഈ കോണ്ടിനെന്റ്, ഇന്ന് നമ്മുടെ കോണ്ടിനെന്റിന് ചുറ്റും വിവിധ ഓഷ്യൻസ് ഉണ്ട്. നമുക്ക് 5 ഓഷ്യൻസ് ഉണ്ട് അല്ലെ? പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് ഓഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിവിധ ഓഷ്യൻസ് ഉണ്ട്. പണ്ട് ഈ ഒരൊറ്റ സൂപ്പർ കോണ്ടിനെന്റിന്റെ ചുറ്റും ഒരു വലിയ ഓഷ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഓഷ്യന്റെ പേരെന്താണ്? ആ ഓഷ്യന്റെ പേരാണ് പന്തലാസ. ഓക്കെ, പന്തലാസ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ പാഞ്ചിയ കുറെ കാലം കഴിഞ്ഞപ്പം പാഞ്ചിയ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ആയി. ഓക്കെ, പാഞ്ചിയ സ്പ്ലിറ്റ് ആയി. പാഞ്ചിയ സ്പ്ലിറ്റ് ആയിട്ട് 2 ഭാഗങ്ങളായിട്ട് മാറി. അതാണ് എന്തെന്ന് പറയുന്നത്? ഇതിപ്പോ പാഞ്ചിയ ആണെങ്കിൽ ഇതിങ്ങനെ നടുവേ സ്പ്ലിറ്റ് ആവും. അപ്പൊ മുകളിലുള്ള ഭാഗം ഏതാണ്? പാഞ്ചിയ സ്പ്ലിറ്റ് ആയിട്ട് എത്ര ഭാഗങ്ങളായിട്ട് മാറി എന്ന് പറഞ്ഞേ? 2 ഭാഗങ്ങളായിട്ട് മാറും. ഗോണ്ട്വാന ലാൻഡും ലൊറേഷ്യ ലാൻഡും. ഓക്കെ, അപ്പൊ പാഞ്ച് സ്പ്ലിറ്റ് ആയി 2 ഭാഗങ്ങളായി. ഗോണ്ട്വാനയും ലൊറേഷ്യയും. ഗോണ്ട്വാന എവിടെയാ? നോർത്തിലാണോ സൗത്തിലാണോ? ഗോണ്ട്വാന ലാൻഡും ലൊറേഷ്യൻ ലാൻഡും എവിടെയാന്നും കൂടി പറ. ഉം. മുകളില് ലൊറേഷ്യ. ഓക്കെ, മുകളില് നോർത്തിൽ കിടക്കുന്നത് ലൊറേഷ്യ, താഴെ കിടക്കുന്നത് ഗോണ്ട്വാന ലാൻഡ്. ഇതില് ഈ ഗോണ്ട്വാന ലാൻഡിന്റെ പാർട്ടായിരുന്നു ഏതെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഗോണ്ട്വാന ലാൻഡിന്റെ പാർട്ടായിരുന്നു. അതായത് നമ്മുടെ ഭൂമധ്യ രേഖയിലെ, ഇതാണ് ഭൂമധ്യ രേഖ എന്ന് രേഖ എന്ന് വിചാരിക്കുക. ഈ ഭൂമധ്യ രേഖയുടെ
തെക്ക് ഭാഗത്തായിരുന്നു ആര് കിടന്നിരുന്നത്? നമ്മൾ കിടന്നിരുന്നത്, ഇന്ത്യൻ ഫലകം കിടന്നിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്ലേറ്റുകൾ, ഇന്ത്യൻ ഫലകം, ഈ ഫലകങ്ങളുടെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ ഇന്ത്യൻ പ്ലേറ്റ് ഇങ്ങനെ വടക്കോട്ടേക്ക് നീങ്ങാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ നീങ്ങി 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 നമ്മൾ ഈ ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തെത്തി. ഇപ്പൊ നമ്മൾ എവിടെയാ നിൽക്കുന്നത്? നമ്മൾ ഭൂമധ്യരേഖയെ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കും. ഭൂമധ്യരേഖ വെച്ചിട്ട് നമുക്ക് ഭൂമിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മുകളിലെ ഭാഗത്തിന് എന്ത് വിളിക്കും? മുകളിലെ ഭാഗത്തിന് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. താഴത്തെ ഭാഗത്തിനെയോ സതേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും, അല്ലേ? ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളം. ആദ്യം നമ്മൾ ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. ഫലകങ്ങൾ എന്ത് ചെയ്തു? ഇന്ത്യൻ ഫലകം മുകളിലോട്ടേക്ക് വടക്കോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വടക്കോട്ട് മൂവ് ചെയ്ത് ഇപ്പൊ നമ്മൾ ഏത് ഹെമിസ്ഫിയറിലാണ് നിൽക്കുന്നത്? ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഹെമിസ്ഫിയർ പറഞ്ഞേ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഹെമിസ്ഫിയർ ഏതാ? ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഹെമിസ്ഫിയർ നോർത്തേൺ ഹെമിസ്ഫിയർ. അതാണ് ദാ ഈ ഒരു പേജിൽ മൊത്തം പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം അന്ന് ഇന്ത്യൻ ഫലകത്തിന്റെ ഭാഗമായിരുന്നു ആരെന്ന് പറയുന്നത്? ഓസ്ട്രേലിയൻ ഫലകം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഫലകവും ഓസ്ട്രേലിയൻ ഫലകവും ഒക്കെ ആദ്യം ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. കുറെ കാലം കഴിഞ്ഞപ്പം ഇന്ത്യൻ ഫലകം നോർത്തിലോട്ടേക്കും പോയി, ഓസ്ട്രേലിയൻ ഫലകം അങ്ങോട്ടേക്ക് പോയി, താഴോട്ടേക്കും പോയി. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ഫലകം ഇങ്ങോട്ടും കാണും, ഓസ്ട്രേലിയൻ ഫലകത്തിന് ഇവിടെയും കാണും. അങ്ങനെയല്ലേ കാണുന്നേ? അല്ലേ? വേൾഡ് മാപ്പ് ഒക്കെ നോക്കി അറിയാം. ആ, അപ്പൊ മനസ്സിലായില്ലേ? ഇന്ത്യൻ ഫലകം വടക്കോട്ടേക്ക് പോയി, ഓസ്ട്രേലിയൻ ഫലകം തെക്കോട്ടേക്ക് പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതെന്താ? ഫലകങ്ങളുടെ മൂവ്മെന്റ് കാരണം സംഭവിച്ചതാണ്. അപ്പം ഈ ഇന്ത്യൻ ഫലകം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇപ്പോഴും ഇങ്ങനെ മുകളിലോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മൾ ഓൾറെഡി യൂറേഷ്യൻ ഫലകത്തിനെ വന്ന് തട്ടി കൂട്ടിയിടിച്ചു. അതും കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ടേക്ക് എന്ത് പോയിക്കൊണ്ടിരിക്കുക? മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇത് മൂവ് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് വളരെ സ്പീഡിൽ വണ്ടിയൊക്കെ ഓടിക്കുന്നത് പോലെ എങ്ങനെ മൂവ് ചെയ്യുമെന്ന് വിചാരിക്കല്. ഇത് വർഷങ്ങൾ എടുത്തിട്ട് പതിയെ പതിയെ പതിയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ മൂവ്മെന്റ് സംഭവിക്കുന്നത്. അപ്പൊ അപ്പൊ ഗ്രാജുവലി ഒരു 100 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഇന്ത്യയുടെ പൊസിഷൻ ഇല്ലേ? ഇന്നിപ്പോ നിൽക്കുന്നത് ഈ അറേബ്യൻ സീന്റെ ഒക്കെ ഇവിടെ ആയിട്ട് ഇന്ത്യൻ ഫലകം നിൽക്കുന്നു. കുറെ കാലം കഴിയുമ്പോൾ ഈ ഇന്ത്യൻ ഫലകം മുകളിൽ എത്തിയിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? കാരണം എന്താ? ഫലകം മുകളിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ശരി, അപ്പൊ ഇത്തരത്തിലുള്ള മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? വിവിധ രീതിയിലുള്ള ലാൻഡ് ഫോംസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ലാൻഡ് ഫോംസിനെ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഒന്ന് ഉപദ്വീപീയ ഖണ്ഡം. ഓക്കെ, ഉപദ്വീപീയ ഖണ്ഡം. രണ്ടാമത്തത് ഹിമാലയത്തിന്റെ ഭാഗവും ഉപദ്വീപീയ പർവ്വതങ്ങളും. മൂന്നാമത്തേത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉപദ്വീപീയ ഖണ്ഡം എന്താണെന്നാണ്. അപ്പം ഉപദ്വീപ് എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. എന്താണ് ഉപദ്വീപ് എന്ന് വെച്ചാല്? എന്താ ഉപദ്വീപ് എന്ന് വെച്ചാല്? ആ, 3 സൈഡ് വെള്ളവും, അല്ലെ? 3 സൈഡ് വെള്ളവും 1 സൈഡ് ലാൻഡും ആണെങ്കിൽ നമുക്ക് അതിനെ ഉപദ്വീപ് എന്ന് വിളിക്കാം. ഇപ്പൊ ഇന്ത്യന്റെ ഇതാണെങ്കിൽ ഇത് ലാൻഡാണ്. ഇവിടെ അറബിക്കടലുണ്ട്, ഇവിടെ ഇന്ത്യൻ മഹാ ഓഷ്യൻ ഉണ്ട്, ഇപ്പുറത്തെ എന്തുണ്ട്? ബേ ഓഫ് ബംഗാൾ ഉണ്ട്. 3 സൈഡ്സ് വാട്ടർ ആണ്, ഒരു സൈഡിൽ ലാൻഡ് ആണ്. സോ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇന്ത്യനെ ഒരു ഉപദ്വീപ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഉപദ്വീപീയൻ ഖണ്ഡത്തിൽ എന്താ സംഭവിക്കണേന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, എക്സാം പോയിന്റിൽ പഠിച്ചു വെക്കേണ്ട കാര്യം ഇതാണ്. അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്ത് എന്താണുള്ളത്? യമുന, ഗംഗാ നദികൾക്ക് സമാന്തരമായിട്ടുള്ള രാജ്മഹൽ ഹിൽസ്. ഓക്കെ, വടക്ക് എന്തുണ്ട്? രാജ്മഹൽ ഹിൽസ് ഉണ്ട്. ഈ രാജ്മഹൽ ഹിൽസ് ഏതൊക്കെ നദികൾക്ക് സമാന്തരമായിട്ടാ പോകുന്നതെന്ന് പഠിക്കണം. ഏതൊക്കെ നദികൾക്കാണ്? യമുന നദിക്കും ഗംഗാ നദികൾക്കും സമാന്തരമായിട്ടാണ് രാജ്മഹൽ ഹിൽസ്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കാം. വടക്ക് ഭാഗത്ത് എന്താണെന്ന് പഠിച്ചു വെക്കാം. പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? പടിഞ്ഞാറ് ഭാഗത്ത് രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാൻ. ഇനി വടക്ക് കിഴക്ക് ഭാഗത്താണ് എന്തുള്ളത്? കിഴക്ക് ഭാഗത്ത് നമുക്ക് മേഘാലയൻ പ്ലാറ്റു, കാർബി ആംഗ്ലോങ് പ്ലാറ്റു ഒക്കെ നമുക്ക് എന്ത് കാണാം? ഈ ഒരു ഭാഗത്ത് കാണാം. ഇതൊക്കെ എന്താണ്? ഈ ഒരു ഏരിയ മൊത്തത്തിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈ ഒരു ഏരിയനെ മൊത്തത്തിൽ ഉപദ്വീപീയ ഖണ്ഡം എന്ന് വിളിക്കാം. ഇനി താഴേക്ക് വരുവാണെങ്കിലോ, സൗത്തിൽ എന്താ ഉള്ളത്? സൗത്തിലുള്ള പീഠഭൂമി ഏതാ? നമ്മളൊക്കെ നിൽക്കുന്ന, അതായത് നമ്മുടെ പശ്ചിമഘട്ടമൊക്കെ ഉൾപ്പെടുന്ന പീഠഭൂമി ഏതാണ്? പശ്ചിമഘട്ടമൊക്കെ ഉൾപ്പെടുന്ന പീഠഭൂമി ഏതാ?
ഡക്കാൻ പ്ലാറ്റ്യൂ. ഓക്കെ, ഇവിടെ നമുക്ക് ഡക്കാൻ പ്ലാറ്റ്യൂവിനെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഉപദ്വീപീയ ഭൂഖണ്ഡത്തിന്റെ ഒരു ഏകദേശം അതിരുകൾ കിടക്കുന്നത്. അപ്പൊ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, ഏകദേശം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും എന്തുകൊണ്ടാണെന്ന് പഠിക്കണം. എന്തുകൊണ്ടാണ്? ഗ്രാനൈറ്റും നൈസും ചേർന്നിട്ട്. ഇപ്പൊ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വിവിധ തരം പാറകളെ പറ്റി പഠിക്കാനുണ്ട് അല്ലെ, വിവിധ റോക്സുകളെ പറ്റി പഠിക്കാനുണ്ട്. ഇഗ്നൈറ്റ് റോക്സ്, സെഡിമെന്ററി റോക്സ്, മെറ്റാമോർഫിക് റോക്ക് എന്നൊക്കെ പറഞ്ഞ് വിവിധ റോക്കുകൾ പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് എന്ത് റോക്കിന് എക്സാമ്പിളാ? എന്ത് ടൈപ്പാണ് ഗ്രാനൈറ്റ്? ആ, ആഗ്നേയ ശിലകൾക്ക് എക്സാമ്പിൾ ആണ് ഈ ഗ്രാനൈറ്റും നൈസും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആഗ്നേയ ശിലകൾ എങ്ങനെയാ ഉണ്ടാവുന്നേ? ആഗ്നേയ ശിലകൾ എങ്ങനെയാ ഉണ്ടാവുന്നേ? നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ, ഒരു മിനിറ്റ്. ഓക്കെ, ആഗ്നേയ ശിലകൾ എങ്ങനെ ഉണ്ടാവുന്നേ? ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ മാഗ്മ എന്ത് ചെയ്യും? മാഗ്മ ഒന്നെങ്കിൽ, ഇതിപ്പോ മാഗ്മ, ഈ മാഗ്മ ഒന്നെങ്കിൽ ഭൂമിക്ക് ഉള്ളിൽ കിടന്നിട്ട് തണുത്തുറയും. ഇത് പുറത്തെത്തുമ്പോൾ ഇതിനെ ലാവ എന്ന് വിളിക്കും അല്ലെ. ഈ ചൂടുള്ള ലാവ എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ ഭൂമിക്ക് പുറത്ത് വന്നിട്ട് തണുത്തുറഞ്ഞു. ഇങ്ങനെ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആഗ്നേയ ശിലകൾക്ക് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്, നൈസ്, ബസാൾട്ടിക് റോക്കുകളൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള റോക്കുകൾ വഴിയാണ് എന്ത് രൂപപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യന്റെ ഉപദ്വീപ്, ഈ ഒരു ഭാഗം മൊത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ഇവിടെ നിങ്ങൾ പഠിക്കണം, ഉപദ്വീപ് ഉണ്ടായ കാലഘട്ടം ഏതെന്ന് പഠിച്ചു വെക്കണം. കാംബ്രിയൻ കാലഘട്ടമാണ്. നമുക്ക് വിവിധ കാലഘട്ടങ്ങൾ പഠിക്കാനുണ്ട്. കാംബ്രിയൻ കാലഘട്ടം, മെസോയിക് കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ് വിവിധ കാലഘട്ടങ്ങൾ പഠിക്കാനുണ്ട്. അത്രയും ഡീറ്റെയിലിങ്ങിലോട്ടേക്ക് പോകാനുള്ള സമയമില്ല. മെയിൻസിന്റെ സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഇത് മാത്രം പഠിച്ചു വെക്കൂ. കാംബ്രിയൻ കാലഘട്ടം തൊട്ടിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, കാംബ്രിയൻ കാലഘട്ടം തൊട്ടിട്ട് ഈ ഒരു ഉപദ്വീപ് എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുകയാണെന്ന് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. അത് മാത്രം ഇപ്പൊ പഠിച്ചു വെക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, മെയിൻസിന്റെ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ് ഈ നിങ്ങൾ ഗണ്ഡപർവ്വതങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഗണ്ഡപർവ്വതങ്ങൾ എന്നൊക്കെ, ഗണ്ഡപർവ്വതം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ബ്ലോക്ക് മൗണ്ടെയിൻസ്, ഫോൾഡ് മൗണ്ടെയിൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഫോൾഡ് മൗണ്ടെയിൻസ് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനു മുന്നേ നമുക്ക് ഗണ്ഡപർവ്വതങ്ങൾ പഠിക്കാം. എന്താണ് ഗണ്ഡപർവ്വതം അല്ലെങ്കിൽ ബ്ലോക്ക് മൗണ്ടെയിൻസ് എന്ന് വെച്ചാൽ? എങ്ങനെയാ അത് ഉണ്ടാവണേ? എർത്തിന്റെ ക്രസ്റ്റില് നമ്മൾ ഈ ഒരു ടെക്ടോണിക് ഫോഴ്സസ്, നേരത്തെ നമ്മൾ ടെക്ടോണിക് മൂവ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, പ്ലേറ്റ് ടെക്ടോണിക്സിനെ പറ്റി പറഞ്ഞില്ലേ. അപ്പൊ ഈ ടെക്ടോണിക് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് എർത്തിന്റെ ക്രസ്റ്റിൽ എവിടെയെങ്കിലും എന്ത് ഉണ്ടാവുന്നു? ഒരു ഫോൾട്ട് ഉണ്ടാവുന്നു. ഓക്കെ, ഒരു ഫോൾട്ട് ഉണ്ടാവുന്നു. ഇത്തരത്തിൽ ഫോൾട്ട് ഉണ്ടാവുന്ന സമയത്ത് ഉയർന്നു വരുന്ന, ഓക്കെ, ഉയർന്നു വരുന്ന പർവ്വതങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്ലോക്ക് മൗണ്ടെയിൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ബ്ലോക്ക് മൗണ്ടെയിൻസിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സത്പുര. ഓക്കെ, സത്പുര എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉയർന്നു വരുന്ന ഈ ബ്ലോക്ക് മൗണ്ടെയിൻസിന് താഴെയായിട്ട് എന്തുണ്ടാകും? വാലീസ് ഉണ്ടാകും. അപ്പൊ ആ വാലീസ് ഏതൊക്കെ? അതിന് നമ്മൾ ഭ്രംശ താഴ്വരകൾ എന്ന് വിളിക്കും. ഓക്കെ, ഭ്രംശ താഴ്വരകൾ. അപ്പൊ സത്പുര കണ്ടുപറയുന്നത് അവിടെ വരുന്ന ഭ്രംശ താഴ്വരകൾ ഏതൊക്കെ? നർമ്മദ, നർമ്മദയും താപ്തിയൊക്കെ നമുക്ക് അവിടെ വരുന്ന ഭ്രംശ താഴ്വരകളൊക്കെ ഏതൊക്കെ? അപ്പൊ നമുക്ക് മൈക്ക് ഒന്ന് ഓഫ് ആക്കാമോ? ആരുടെ ഒരാളുടെ മൈക്ക് ഓൺ ആണ്, ഒന്ന് ഓഫ് ചെയ്യാമോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ നമുക്ക് ഉപദ്വീപിന്റെ ഭാഗത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഇവിടെ പഠിക്കണം, നമ്മുടെ ആരവല്ലി അല്ലെ, ആരവല്ലിയുടെ പ്രത്യേകത എന്താ? ആരവല്ലി എന്ന് പറയുന്നത് എന്ത് തരം മൗണ്ടെയിൻസിന് എക്സാമ്പിൾ? വിവിധ തരം മൗണ്ടെയിൻസ് ഉണ്ട്, പർവ്വതങ്ങളുണ്ട്. അപ്പം ആരവല്ലി എന്ന് പറയുന്നത് അവശിഷ്ട പർവ്വതങ്ങളാണ്, റെസ്യൂജ്വൽ മൗണ്ടെയിൻസ് ആണ്. അപ്പൊ ഈ ഭാഗത്തുള്ള റെസ്യൂജ്വൽ മൗണ്ടെയിൻസ് ഏതൊക്കെയെന്ന് പഠിച്ചു നോക്കുക. ആരവല്ലി, നല്ലമലൈ, ജാവതി, വേലികൊണ്ട ഹിൽസ്, പാൽക്കൊണ്ട ഹിൽസ്, മഹേന്ദ്രഗിരി, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം അവശിഷ്ട പർവ്വതങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ഒരു പർവ്വതം അവശിഷ്ട പർവ്വതം? അവശിഷ്ടം എന്ന് വെച്ചാൽ വേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഒരു പർവ്വതം അവശിഷ്ട പർവ്വതങ്ങളായിട്ട് മാറുന്നത്? അതായത് ഒരു മൗണ്ടെയിൻ ഉണ്ടായി, ആ ഒരു മൗണ്ടെയിൻ ഉണ്ടായി, ഈ മൗണ്ടെയിൻ ഇനി ഹൈറ്റ് വെക്കണില്ല എന്ന് വിചാരിക്കാം. മൗണ്ടെയിൻസിന് ഹൈറ്റ് വെക്കും, അതായത് ഫോൾഡ് മൗണ്ടെയിൻസ് എങ്ങാണെങ്കിൽ അതിന് ഹൈറ്റ് വെക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം.
അപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ, ഈ ഒരു മൗണ്ടെയിന് തുടർന്ന് ഹൈറ്റ് വെക്കുന്നില്ല, വളരാത്ത മൗണ്ടെയിൻ ആണ് ഇതെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന് കാലക്രമേണ ഈ മൗണ്ടെയിൻ എന്ത് സംഭവിക്കും? ഇറോഷൻ സംഭവിക്കും. ഓക്കെ, ഇറോഷൻ സംഭവിക്കും. ഇങ്ങനെ ഇറോഷൻ എന്ന് വെച്ചാൽ എന്താ? അപരദനം അല്ലെ? അപരദനം എന്ന് വെച്ചാൽ തേയ്മാനം പോലെ ഇതിന് തേയ്മാനം സംഭവിക്കുന്നു. ഇത്തരത്തിൽ സംഭവിച്ച് ഇത് ഇറോഡ് ചെയ്ത് ഈ മൗണ്ടെയിൻ ഇങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ ഇങ്ങനെ കുറഞ്ഞു വരുന്ന മൗണ്ടെയിൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അവശിഷ്ട പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള അവശിഷ്ട പർവ്വതങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ആരവല്ലി, നല്ലമലൈ, ജാവതി, വേലിക്കൊണ്ട ഹിൽസ് ഒക്കെ. ഇതൊക്കെ നമുക്ക് എവിടെ കാണാം? ഇതെല്ലാം നമുക്ക് ഇന്ത്യയുടെ നമ്മുടെ ഉപദ്വീപിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇവിടെയുള്ള താഴ്വരകൾ, നദീ താഴ്വരകൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, റിഫ്റ്റ് വാലീസ്. അപ്പൊ ഇവിടുത്തെ വാലീസിന്റെ പ്രത്യേകത എന്താണ്? ഇത് ആഴം കുറഞ്ഞവയാണ്. ഇത് ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതെന്ന്. സ്റ്റേറ്റ്മെന്റ് വരും. ഓക്കെ, ഈ നദീ താഴ്വരകൾ എങ്ങനെയാണ്? ആഴം കുറഞ്ഞവയും അതുപോലെ തന്നെ ചെറിയ ചെരിവോട് കൂടിയവയുമാണ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ഇനി ഇനി നമുക്ക് ഒരു നദി എടുക്കാം. ഒരു നദി, ഇതൊരു നദിയാണ്. ഈ നദി ഇങ്ങനെ താഴേക്ക് ഒഴുകി വരിക. ഓക്കെ, ഇതൊരു മൗണ്ടെയിൻസിന് മുകളിൽ നിന്ന് നദി താഴേക്ക് ഒഴുകി വരുന്നു. നദി താഴേക്ക് ഒഴുകി വരുമ്പോൾ നദി അവസാനം വന്നെത്തുന്ന ഭാഗം ഏതാണ്? ലാസ്റ്റ് വന്നെത്തുന്ന നദിയുടെ ഭാഗം ഏതാ? ഒരു നദി ഒഴുകി 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 നദി അവസാനം വന്ന് എത്തിച്ചേരുന്നത് എവിടെയാണ്? കടലിലോ കായലിലോ വന്നു ചേരും അല്ലെ? അപ്പം നദി മൗണ്ടെയിൻസ് ഓർ ഗ്ലേഷ്യേഴ്സിൽ നിന്ന് ഉത്ഭവിച്ച് കടലിലോ കായലിലോ വന്നു ചേരുന്നു. അപ്പൊ ഈ നദി ഇവിടം തൊട്ട് ഇവിടം വരെ ഒഴുകുന്ന സമയത്ത് നദി എന്ത് ചെയ്യുന്നുണ്ട്? വിവിധ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. 3 സ്റ്റേജസിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ സ്റ്റേജ് ഏതാ? ഉപരിഘട്ടം അല്ലെ? അല്ലെങ്കിൽ നമ്മൾ അതിനെ യൂത്ത് സ്റ്റേജ് എന്ന് വിളിക്കും. രണ്ടാമത്തെ ഘട്ടം മധ്യഘട്ടം, അല്ലെങ്കിൽ നമ്മൾ അതിനെ മിഡിൽ സ്റ്റേജ് എന്ന് വിളിക്കും. ഏറ്റവും ലാസ്റ്റത്തെ ഘട്ടം ഏതാ? കീഴ്ഘട്ടം, അല്ലെങ്കിൽ അതിനെ ഓൾഡ് സ്റ്റേജ് എന്ന് വിളിക്കും. വാർദ്ധക്യഘട്ടം എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കലുണ്ട്. അപ്പൊ ഈ ഉപരിഘട്ടത്തില്, യൂത്ത് സ്റ്റേജില് നദി മൗണ്ടെയിൻസിൽ നിന്ന് നമ്മുടെ പർവ്വതങ്ങളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന സമയമായതുകൊണ്ട് ഇതിന് എന്ത് കൂടുതലായിരിക്കും? നല്ല സ്പീഡിലായിരിക്കും നദി ഒഴുകി വരിക. ഭയങ്കര സ്പീഡായിരിക്കും അല്ലെ? നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കുക, ഒരു മൗണ്ടെയിന്റെ മുകളിൽ നിന്ന് നദി ഒഴുകി വരുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പൊ നല്ല സ്പീഡിൽ നദി ഒഴുകി വരും. സ്പീഡിൽ നദി ഒഴുകി വരുമ്പം സ്വാഭാവികമായിട്ടും നദി എന്ത് ചെയ്യും? ആ ഒഴുകി വരുന്നതിന്റെ ഒപ്പം ആ മൗണ്ടെയിന്റെ ഇവിടുന്ന് കല്ലും മണ്ണും ഒക്കെ എന്ത് ചെയ്യും? വലിച്ചു കൊണ്ടുവരും അല്ലെ? അങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇറോഷൻ അല്ലെങ്കിൽ അപരദനം എന്ന് വിളിക്കാം. അതായത് ഈ മൗണ്ടെയിൻസിന്റെ സൈഡിൽ കൂടി ഒഴുകി വരുമ്പോൾ അവിടെയുള്ള കല്ലും മണ്ണൊക്കെ ആ വെള്ളത്തിന്റെ ശക്തിയിൽ താഴേക്ക് വരുന്നു. അപ്പൊ അവിടെ നമുക്ക് അപരദനം സംഭവിക്കുന്നു എന്ന് പറയാം. അപ്പം റിവറിന്റെ ഏത് സ്റ്റേജിലാണ് കൂടുതൽ അപരദനം സംഭവിക്കുക? ഉപരിഘട്ടത്തിലാണോ, മധ്യഘട്ടത്തിലാണോ, കീഴ്ഘട്ടത്തിലാണോ? ഇതിന്റെ യൂത്ത് സ്റ്റേജില്. അപ്പൊ യൂത്ത് സ്റ്റേജിൽ അപരദനം ധാരാളമായിട്ട് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാകാം? അവിടെ നമുക്ക് വി രൂപ താഴ്വരകൾ, ഓക്കെ, വി ഷേപ്പിലുള്ള വാലീസ്, അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇല്ലേ? വെള്ളച്ചാട്ടങ്ങള്, റാപ്പിഡ്സ് എന്ന് വെച്ചാൽ ഈ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ പല ഇതിപ്പോ റോക്കുകളാണെങ്കിൽ ഈ റോക്കിൽ കൂടി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് പോലെ വെള്ളം ഒഴുകുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു സ്റ്റെപ്പിൽ കൂടി വെള്ളം ഇങ്ങനെ തുളുമ്പി ചാടുന്ന പോലെ കണ്ടിട്ടില്ല? അതിനെയാണ് നമ്മൾ റാപ്പിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള റാപ്പിഡ്സ് ഒക്കെ ഉണ്ടാവുന്നത് എവിടെയാണ്? നദികളുടെ ഉപരിഘട്ടത്തിൽ വെച്ചിട്ടാണ്. അതായത് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹിമാലയത്തിൽ നിന്നും ഒഴുകി വരുന്ന നദികൾ വെള്ളച്ചാട്ടങ്ങളും വീരൂപ താഴ്വരകളും സൃഷ്ടിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ ശരിയായിരിക്കുമോ? ഹിമാലയത്തിൽ നിന്നും ഒഴുകി വരുന്ന നദികൾ അതിന്റെ ആദ്യഘട്ടത്തില് വീരൂപ താഴ്വരകൾ സൃഷ്ടിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ കോൺസെപ്റ്റുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ മൊത്തം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത് വായിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാത്തത്. ശരി, ഇനി നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട വേറൊരു സാധനമാണ് ജിയോ സിൻക്ലിനൽ ഡിപ്രഷൻ. ഓക്കെ, അല്ലെങ്കിൽ അതിന് മലയാളം വാക്ക് പഠിച്ചു വെച്ചോളൂ, ഭൂ അഭിനദി. ഭൂ അഭിനദി എന്നാണ് അതിന് പറയണേ. ഓക്കെ, അപ്പൊ ഭൂ അഭിനദി എന്താ? ജിയോ സിൻക്ലിനൽ ഡിപ്രഷൻ എന്താന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജിയോ സിൻക്ലിനൽ ഡിപ്രഷൻ എന്നൊക്കെ? കേട്ടിട്ടില്ല? ആരും കേട്ടിട്ടില്ലേ? ആരും കേട്ടിട്ടില്ല? കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അങ്ങ് പഠിച്ചു പോവാം. ഇവിടുന്ന് അങ്ങോട്ട് പഠിച്ചു പോവാം.
ഒരു മിനിറ്റ്. ഇപ്പൊ സ്ക്രീനിൽ എന്താ കാണുന്നേ? ഒരു വേർഡ് വന്നോ സ്ക്രീനിൽ? ഫേസ്ബുക്കോ? അയ്യോ, ഇയേഴ്സ് ഓഫ് ഡിപ്പോസിഷൻ. ഒരു മിനിറ്റ്. ഇപ്പോഴെന്താ കാണുന്നേ? ഒരു പിക്ചർ കാണുന്നുണ്ടോ? ഓ, സെഡിമെന്റ്സ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം കാണുന്നില്ലേ? ഓക്കെ. ഈ ഒരു പിക്ചർ നിങ്ങൾ ശരിക്കും നോക്കിക്കോളൂ. എനിക്കിവിടെ വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. വരച്ചു. വരയ്ക്കാൻ പറ്റുന്നില്ല. ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിക്കേ. ഈ ഒരു പിക്ചറിൽ പ്ലേറ്റുകൾ എന്ന് എഴുതിയേക്കുന്ന കണ്ടോ? പ്ലേറ്റുകൾ എന്ന് എഴുതിയേക്കുന്ന കണ്ടോ? ആ, ഇതിന്റെ നടുക്ക് എന്തുണ്ട്? റിവേഴ്സ് വന്നിട്ട് കടലിലോട്ടേക്ക് ചേർന്നാണ് നിങ്ങൾ ഈ ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ നടുക്ക് എന്തുണ്ട്? ഈ രണ്ട് ഫലകങ്ങൾക്കിടയിൽ, രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒരു കുഴിയുണ്ട് അല്ലെ? ആ ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ എന്ത് വന്ന് നിറഞ്ഞേക്കുവാണ്? വെള്ളം വന്ന് നിറഞ്ഞേക്കുവാണ്. അതിന്റെ മിഡിലിൽ ഒരു കടലാണുള്ളത്. ആ കുഴീനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആ കുഴീനെ നമുക്ക് ജിയോ സിൻക്ലൈൻ എന്ന് വിളിക്കാം. ഓക്കെ, ജിയോ സിൻക്ലൈൻ എന്ന് വിളിക്കാം. പിന്നീട് എന്ത് സംഭവിച്ചു? ആ കുഴിയിലേക്ക്, ഇനി പിക്ചർ ബി നോക്കിക്കേ. ആ കുഴിയിലോട്ടേക്ക് എന്ത് സംഭവിക്കുകയാണ്? ഈ നദികൾ കൊണ്ടുവരുന്ന സെഡിമെന്റ്സ്, ഈ നദികൾ കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് മുഴുവൻ, സെഡിമെന്റ്സും റോക്കും മണ്ണും ഒക്കെ എന്ത് ചെയ്യുന്നു? ആ കുഴിയിലോട്ടേക്ക് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? പ്ലേറ്റുകൾ അടുത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലേറ്റുകൾ അടുക്കുന്നുമുണ്ട്. ഒരു മിനിറ്റ്, ഇത് എങ്ങനെയും വരയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. ആ, ഇവിടെ നോക്കിയേ, പ്ലേറ്റുകൾ ഇങ്ങോട്ടേക്ക് അടുത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഇവിടെ മുഴുവൻ ഡെപ്പോസിറ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്ക്, താഴെ ഒരു കുഴി, അതിന്റെ ഇപ്പുറത്തുനിന്ന് രണ്ട് സൈഡുകളിൽ വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? അടുത്തടുത്ത് വരികയാണ്. ഇങ്ങനെ ലാസ്റ്റ് സിയിലോട്ടേക്ക് വരുമ്പം ഈ പ്ലേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? നല്ല അടുത്തോട്ടേക്ക് വന്നു. അപ്പം ഈ കുഴിയിൽ ഉണ്ടായിരുന്ന സെഡിമെന്റ്സ് മൊത്തം എന്ത് ചെയ്തു? സെഡിമെന്റ്സും ആ സാധനങ്ങളില്ലേ, ആ ഡെപ്പോസിറ്റഡ് ആയി കിടന്ന സാധനങ്ങൾ മൊത്തം എന്ത് ചെയ്തു? ഇത് രണ്ടും ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ ഈ കുഴി ചെറുതായി അല്ലെ? ഈ ഡിപ്രഷൻ ഇങ്ങനെ എന്തായി വന്നു? കംപ്രസ് ചെയ്ത് വന്നു. കംപ്രസ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലുള്ള സാധനം മുഴുവൻ ഇങ്ങനെ പൊങ്ങി വരും. ഈ പൊങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ഈ പൊങ്ങി വന്ന സാധനമാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം, നോക്കിക്കോ. ആദ്യം ഇത് രണ്ടും പ്ലേറ്റ് ആണ്. ഓക്കെ, ഇതൊരു പ്ലേറ്റ്, ഇത് പ്ലേറ്റ് 1, ഇത് പ്ലേറ്റ് 2. ഈ പ്ലേറ്റിന്റെ ഇടയിൽ എന്തുണ്ട്? ഒരു കുഴിയുണ്ട്, ഒരു ഡിപ്രഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് ഡിപ്രഷൻ. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ജിയോ സിൻക്ലൈൻ എന്ന് വിളിക്കും. ഓക്കെ, ഈ കുഴീനെയാണ് നമ്മൾ ജിയോ സിൻക്ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഉള്ളിൽ വെള്ളമുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ വെള്ളമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി കുറെ കാലം കഴിഞ്ഞപ്പം ഈ കുഴീന്റെ ഉള്ളിലോട്ടേക്ക് എന്ത് ചെയ്യുന്നു? മണ്ണും കല്ലും ഒക്കെ വന്നിട്ട് ഡെപ്പോസിറ്റഡ് ആവുകയാണ്. എന്ത് ചെയ്യുന്നു? നമ്മുടെ പുഴ, നദികൾ എന്ത് ചെയ്യുന്നു? കുറെ മണ്ണും കല്ലൊക്കെ കൊണ്ടുപോയിട്ട് ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് പ്ലേറ്റ് ഉണ്ട്, ഇവിടെ പ്ലേറ്റ് ഉണ്ട്, ഇത് രണ്ടും പ്ലേറ്റുകളാണ്. ഈ പ്ലേറ്റുകൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഈ സമയത്ത് ഇങ്ങനെ അടുത്തടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അടുത്തടുത്ത് വരുമ്പോൾ കണ്ടില്ലേ, ഇത് ചുരുങ്ങുന്ന കണ്ടോ? രണ്ട് സാധനം അടുത്തടുത്തോട്ടേക്ക് വരുമ്പോൾ ഇതിന്റെ നടുവിലുള്ള കുഴി എന്ത് ചെയ്യും? ചുരുങ്ങി ചുരുങ്ങി വരില്ലേ? നിങ്ങൾ സങ്കല്പിക്കുക, മനസ്സിൽ ആ ഒരു പിക്ചർ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. ചുരുങ്ങി ചുരുങ്ങി വന്നു. എന്നിട്ട് ഈ പ്ലേറ്റുകൾ അവസാനം എന്ത് ചെയ്യും? അവസാനം ഈ പ്ലേറ്റുകൾ ഇങ്ങനെ കൂട്ടിമുട്ടി. ഓക്കെ, രണ്ടും തമ്മിലങ്ങ് കൂട്ടിമുട്ടി. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കിടന്ന മണ്ണും കല്ലും ഒക്കെ എന്ത് ചെയ്തു? ഇതങ്ങ് മുകളിലോട്ടേക്ക് കയറി വന്നു. ഇപ്പൊ മനസ്സിലായോ? ആ കയറി വന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ?
ആ അപ്പൊ എങ്ങനെയാണ് ഹിമാലയാസ് ഫോം ചെയ്തതെന്ന് മനസ്സിലായില്ലേ? മുകളില് യൂറേഷ്യൻ പ്ലേറ്റ്, താഴെ ഇന്ത്യൻ പ്ലേറ്റ്. ഇതിങ്ങനെ കൂട്ടിമുട്ടി കൂട്ടിമുട്ടി ഇവിടെ വന്ന് ഫോൾഡ് ചെയ്തുണ്ടായ മൗണ്ടെയിൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ഹിമാലയൻ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാൻ പറഞ്ഞു, ഹിമാലയ നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് എന്ത് ചെയ്തോണ്ടിരിക്കുക? പിന്നെയും വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെയും മുകളിലോട്ടേക്ക് പോയി മുട്ടി 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 നിൽക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഹിമാലയാസ് പിന്നെയും ഇങ്ങനെ ഇനിയും പൊങ്ങും, ഇനിയും ഹിമാലയാസ് എന്ത് ചെയ്യും? പൊങ്ങും. ഓരോ തവണ ഇവർ കൂട്ടിമുട്ടുമ്പോഴും ഓരോ തവണ എന്ത് ചെയ്യും? ഹിമാലയാസ് പൊങ്ങി 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 വരും. അപ്പം ഹിമാലയാസ് എന്ന് പറയുന്നത് എന്താണ്? വളർന്നുകൊണ്ടിരിക്കുന്ന മൗണ്ടെയിൻ ആണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും എന്തെന്ന് ഹിമാലയാസിനെ വിളിക്കുന്നത്? യങ് ഫോൾഡ് മൗണ്ടെയിൻസ്. ഏറ്റവും ഹയസ്റ്റ് മൗണ്ടെയിൻസ്, ഹയസ്റ്റ് യങ് ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് ആരെ വിളിക്കുന്നത്? ഹിമാലയാസിനെ വിളിക്കുന്നത്. ഇത്രയും ഓക്കെ ആണോ? അതാണ് ഇതാ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നൊക്കെ പറയുന്ന ഈ ഒരു ഭാഗം ആദ്യം എന്തായിരുന്നു? ഇത്തരത്തിലുള്ള ഒരു ജിയോ സിംഗ്ലിനൽ ഡിപ്രഷൻ ആയിരുന്നു, ഒരു ഭൂ അഭിനതി ആയിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹിമാലയാസ് പിന്നെ അവിടെ നിന്നാണ് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞതുപോലെ പ്ലേറ്റ് മൂവ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ട് അതിന്റെ ഉള്ളിൽ അവസാദങ്ങളൊക്കെ, അവസാദം എന്ന് വെച്ചാൽ സെഡിമെന്റ്സ് ഒക്കെ അതിന്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഇവര് തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ആ സെഡിമെന്റ്സ് ഒക്കെ മുകളിലോട്ടേക്ക് ഉയർന്നു വന്നു. അങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ടായതാണ് ഏതെന്ന് പറയുന്നത്? ഹിമാലയാസ് എന്ന് പറയുന്നത്. അതാണ് ഇത്രയും ഭാഗത്ത് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഇവരുടെ ലാംഗ്വേജിൽ പറയുന്നതുകൊണ്ടാണ് നമുക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാവാത്തത്. ഈ ഒരു സംഭവം എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ കിട്ടിക്കോളും. ഓക്കെ. അപ്പൊ ഇത്തരത്തില് ഇതാണ് നമ്മുടെ, ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ വിവിധ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭൂപ്രകൃതിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു? 6 ക്ലാസിഫൈ ചെയ്യുന്നു. അതിലൊന്ന് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. അതായത് നമ്മുടെ ഇന്ത്യ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യന്റെ ഈ ഭാഗത്ത് വരുന്ന പർവ്വതങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോർത്ത് മൗണ്ടെയിൻസ്, അല്ലെ? ഉത്തര പർവ്വത മേഖല എന്ന് വിളിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ പർവ്വതങ്ങളിൽ നിന്ന് നദികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ നദികൾ ഉണ്ടായിട്ട് നദികൾ എന്ത് ചെയ്യും? നദികൾ താഴേക്ക് ഒഴുകി വരും, അല്ലെ? ഈ നദികൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒഴുകി വന്നു. ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നിട്ട് ഇവിടെ മൊത്തം എന്ത് ചെയ്യും? ഈ നദികളുടെ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തിടും, അല്ലെ? ഡെപ്പോസിറ്റ് ചെയ്തിട്ടിട്ട് അവിടെ എക്കൽ ഡെപ്പോസിഷൻ ഉണ്ടാവും. അങ്ങനെ എക്കൽ ഡെപ്പോസിഷനിൽ ഈ നദികൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? രണ്ടാമത്തെ ഭൂരൂപമായ വടക്കൻ സമതലം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ താഴത്തേക്ക് ഇനി ഈ സമതലങ്ങളുടെ താഴത്തോട്ടേക്ക് കിടക്കുന്ന ത്രികോണാകൃതിയിൽ കിടക്കുന്ന ഭാഗത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഉപദ്വീപീയ പീഠഭൂമി, പ്ലാറ്റ്യൂ എന്ന് വിളിക്കാം. എന്താണ് പ്ലാറ്റ്യൂ എന്ന് വെച്ചാൽ? സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൈറ്റ് കൂടിയ ഭാഗങ്ങൾ. പക്ഷേ അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ പരന്നായിരിക്കും കിടക്കുന്നത്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കും. ഇനി നമുക്ക് ഇന്ത്യയുടെ വെസ്റ്റേൺ ഭാഗത്ത്, രാജസ്ഥാന്റെ ഭാഗത്ത് പോകുമ്പോൾ നമ്മൾ എന്ത് കാണും? മരുഭൂമി കാണും. ഇനി ഇന്ത്യയുടെ 3 സൈഡും വെള്ളമാണ്, അല്ലെ? 3 സൈഡും വെള്ളമാണ്. സോ ഈ അറബിക്കടലിന്റെയും ബേ ഓഫ് ബംഗാളിന്റെയും ഈ ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? തീരപ്രദേശം എന്ന് വിളിക്കും. അപ്പം പടിഞ്ഞാറൻ തീരപ്രദേശവും ഉണ്ട്, കിഴക്കൻ തീരപ്രദേശവും ഉണ്ട്. ഇനി നമുക്ക് അറബിക്കടലും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളും ഉണ്ട്. ഈ 2 കടലിന്റെയും ഉള്ളിൽ കിടക്കുന്ന ദ്വീപുകളാണ് നമുക്ക് 2 ദ്വീപുകൾ. ഏതൊക്കെയാ നമ്മുടെ ദ്വീപുകള്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും അതുപോലെ തന്നെ ലക്ഷദ്വീപ്. അപ്പൊ അതാണ് നമ്മുടെ ഭൂപ്രകൃതി. അപ്പൊ ഇതില് നമ്മൾ എന്ത് പഠിക്കാൻ വേണ്ടി പോകുന്നു? ആദ്യം നമ്മൾ നമ്മുടെ പർവ്വതം, അല്ലെ? നമ്മുടെ ഉത്തരപർവ്വത മേഖലയാണ് പഠിക്കുന്നത്. അപ്പൊ ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഗ്രേറ്റർ ഹിമാലയ, ട്രാൻസ് ഹിമാലയ, മധ്യ ഹിമാലയ, ശിവാലിക് എന്നൊക്കെ പറഞ്ഞ് വിവിധ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓക്കെ. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമുക്ക് ഇതാണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഹിമാലയാസ് കിടക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഹിമാലയാസ് കിടക്കുന്നത്. അപ്പൊ ഇതില് ഈ ഒരു ഭാഗമില്ലേ, ഏറ്റവും മുകളിൽ കിടക്കുന്ന ഭാഗം, ഇതാ വരയ്ക്കാം. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ് ഹിമാലയ. ഇതിനെ നമ്മൾ ട്രാൻസ് ഹിമാലയ എന്ന് വിളിക്കും. ഇനി ഇതിന്റെ ഈ ഒരു ഭാഗത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇത് ട്രാൻസ് ഹിമാലയ. ഇത് ഒന്നാമത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം, ഈ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയാസ്. ഓക്കെ, ഹിമാലയാസ്. ഇനി നമ്മുടെ ഈ 7 സിസ്റ്റേഴ്സിന്റെ ഭാഗമില്ലേ, 7 സിസ്റ്റേഴ്സിന്റെ ഈ ഭാഗം, ഈ വിഭാഗത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അതിന് നമ്മൾ കിഴക്കൻ ഹിമാലയ എന്ന് വിളിക്കും. അപ്പൊ ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ. ഹിമാലയത്തിനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യും.
അതിലെ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ വരച്ചു വെച്ചേക്കുന്നത്. ഇതില് ട്രാൻസ് ഹിമാലയത്തില് 3 മൗണ്ടൈൻ റേഞ്ചസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാ? ട്രാൻസ് ഹിമാലയത്തില് 3 ആൾക്കാർ വരുന്നു. 1 കാരക്കോറം, 2 ലഡാക്ക്, 3 സസ്കർ. ഇതിപ്പോ നമ്മുടെ പെയ്ഡിലുള്ള ആൾക്കാർ മാത്രമേ പറയുന്നുള്ളല്ലോ. ഫ്രീ ഗ്രൂപ്പിലുള്ള ആരും ഒന്നും പറയണില്ലല്ലോ. നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ലേ? ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് കേൾക്കുമ്പോ ബുദ്ധിമുട്ടാവുന്നുണ്ടോ? പഠിച്ചതല്ലേ? പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിയിപ്പോ ലാസ്റ്റ് മിനിറ്റിൽ ഇത് കേട്ട് ടെൻഷൻ ആവണ്ട. പഠിച്ചിട്ടില്ലെങ്കിൽ അടുത്ത എക്സാമിന് ക്ലിയർ ആയിട്ട് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇത് കേട്ട് പോകൂ കേട്ടോ. ഇപ്പൊ ഇത് കേട്ട് പോകൂ. കേട്ടിട്ട് ടെൻഷൻ ആവണ്ട. അറിയില്ലെങ്കിൽ ടെൻഷൻ ആവണ്ട കേട്ടോ. ശരി. അപ്പം ട്രാൻസ് ഹിമാലയത്തിലെ 3 ഭാഗങ്ങളാണ്. കാരക്കോറം, ആദ്യത്തെ ഭാഗം കാരക്കോറം, രണ്ടാമത്തെ ഭാഗം ലഡാക്ക്, മൂന്നാമത്തെ ഭാഗം സസ്കർ. ഓക്കെ. അപ്പൊ ട്രാൻസ് ഹിമാലയത്തിലെ സൗത്തിൽ കിടക്കുന്ന ആളാണ് സസ്കർ, നോർത്തിൽ കിടക്കുന്ന ആളാണ് കാരക്കോറം. ഇനി ഇതില്ലേ, ഇവിടെ വരുന്നത് ഏതാ? ഹിമാലയാസ്. ഹിമാലയാസിൽ വരുന്ന റേഞ്ചസ് ഏതൊക്കെയാ? ഹിമാലയാസിലെ റേഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യും? വിവിധ ഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യും. അത് ഏതൊക്കെയാ? അതാണ് ഹിമാദ്രി. ആ, ഹിമാദ്രി. രണ്ടാമത്തത് ഹിമാചൽ, മൂന്നാമത്തത് ശിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അവിടെയാണ് നിങ്ങൾ ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നൊക്കെ പറഞ്ഞ് ഹിമാദ്രീനെ പഠിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഈസ്റ്റേൺ ഹിമാലയാസ്. ഈസ്റ്റേൺ ഹിമാലയാസിന് ഈ ഭാഗത്താണ് നമ്മൾ നാഗാ ഹിൽസ്, പട്കായി ബൂം, അങ്ങനെയുള്ള കുറെ ഹിൽസുകൾ നമുക്ക് എവിടെ കാണാം? ഈ ഒരു ഭാഗത്ത് കാണാം. ഇതാണ് ഹിമാലയത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ കൊടുത്തേക്കുന്ന ക്ലാസിഫിക്കേഷൻ, ഗാസി ഗാരോ ഒക്കെ നമുക്ക് ഈസ്റ്റേൺ ഹിമാലയത്തിൽ കാണാം. ഈ ചാപ്റ്ററിൽ കൊടുത്തേക്കുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റീജിയണൽ ബേസിസിലാണ്. ഓക്കെ. റീജിയണൽ ബേസിസ് എന്ന് പറയുമ്പോൾ എന്താ? റീജിയണൽ ബേസിസ് എന്ന് പറയുമ്പോൾ അതായത് ഓരോ പ്ലേസസിന്റെ അടിസ്ഥാനത്തിൽ, ഓക്കെ, അവിടെയുള്ള പ്ലേസസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത അല്ലെങ്കിൽ നദികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് അടുത്ത ഹിമാലയാസിന് വിവിധ ഉപവിഭാഗങ്ങളായിട്ട് തിരിക്കാം. അതും കൂടി ഞാൻ എന്ത് ചെയ്യാം? കാണിച്ചു തരാം. ഇത് ഹിമാലയ. ഓക്കെ. ഇതില് ആദ്യത്തെ ഭാഗമാണ് കാശ്മീർ ഹിമാലയ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഇപ്രാവശ്യം ചോദ്യം വന്നത്. ഇതാ, ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഇവിടെ കിടക്കുന്ന ഇങ്ങനെയുള്ള ഒരു ഭാഗത്തിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈ ഒരു ഏരിയ മൊത്തത്തില് ഇതെന്താ? കൊറേ ലിങ്ക് വരുന്നേ. അതെന്താ സംഭവം? നിങ്ങൾ ഇതിലൊന്നും ക്ലിക്ക് ചെയ്യണ്ട കേട്ടോ. ക്ലിക്ക് ചെയ്യണ്ടേ. അതെന്താന്ന് എനിക്കറിയില്ല. ക്ലിക്ക് ചെയ്യണ്ട. എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ശരി. അപ്പൊ ആദ്യത്തേത് കാശ്മീർ ഹിമാലയ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയാസ് എന്ന് വിളിക്കും. നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് കാണുന്ന ഭാഗമാണ് കാശ്മീർ ഹിമാലയാസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെയും വരുന്നു. ഇത് ബാൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സ്പാം ആണ്. പക്ഷെ അതെ, നമുക്ക് ഇതിനെ എങ്ങനെയാ ബാൻ ചെയ്യുന്ന പോലും? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയും വന്നോണ്ടിരിക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾ അത് ഇഗ്നോർ ചെയ്തേക്ക്, മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ശരി. അടുത്തത് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയ. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയനെ കാണാം. പിന്നെ ഈ സിക്കിമിന്റെ ഭാഗത്തായിട്ട് നമുക്ക് ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയ. പിന്നെ നമുക്ക് ഇവിടെ അരുണാചലിന്റെ ഭാഗത്തായിട്ട് കാണുന്നത് അരുണാചൽ ഹിമാലയം. പിന്നെ നമുക്ക് ഈ കിഴക്കൻ കുന്നുകൾ ഇവിടെ. അപ്പൊ ഇതെന്താണ്? ഇങ്ങനെ 5 വിഭാഗങ്ങൾ വേറെയുണ്ട്. ഈ 5 വിഭാഗങ്ങൾ എന്തിന്റെ ബേസിസിലാണ്? ഉപവിഭാഗങ്ങൾ, അതായത് റീജിയൻസിന്റെ ബേസിസിലാണ് വരുന്നത്. ഇത് പിന്നെയും വന്നുകൊണ്ടിരിക്കുക. ഓക്കെ. റീജിയൻസിന്റെ ബേസിസിലാണ് ഇത് വരുന്നത്. ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞത് വിവിധ ഭൂവിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വേറെ ക്ലാസിഫിക്കേഷൻ. ഇത് എന്റെ കോൺസെൻട്രേഷൻ പോവാ. ഞാൻ അറിയാണ്ട് അതിലോട്ടേക്ക് നോക്കി പോകുന്നു. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഉപവിഭാഗങ്ങൾ ഉണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ 5 ഉപവിഭാഗങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് കാശ്മീർ ഹിമാലയത്തിനെ പറ്റിയിട്ടാണ്. കാശ്മീർ ഹിമാലയത്തിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട പോയിന്റ്സ് മാത്രം ഞാൻ വേഗം പറഞ്ഞു പോവാ കേട്ടോ. ഇവിടെ വരുന്ന പർവ്വത നിരകൾ ഏതൊക്കെയെന്ന് പറയണം. നോക്കിക്കേ, കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതായത് നമ്മൾ ട്രാൻസിൽ പഠിച്ച പർവ്വത നിരകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? കാരക്കോറം, ലഡാക്ക്, സസ്കർ.
ഇതിന്റെ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്യും. അതാണ് ആരെന്ന് പറയുന്നത്? പിർപ്പാഞ്ചൽ. ഓക്കെ, പിർപ്പാഞ്ചൽ. അപ്പം കാരക്കോറം, ലഡാക്ക്, സസ്കർ പ്ലസ് പിർപ്പാഞ്ചൽ ഇത്രയും ആളുകൾ ചേരുമ്പം അത് എന്തായിട്ട് മാറും? ഇത്രയും ആളുകൾ ചേരുമ്പോൾ അത് ട്രാൻസ് ഹിമാലയമായിട്ട് മാറും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ശീത മരുഭൂമി, ഇന്ത്യയിലെ ശീത മരുഭൂമി എവിടെയാണ്? ഒരു ശീത മരുഭൂമി ലഡാക്കിലുണ്ടല്ലേ. അപ്പൊ ഈ ലഡാക്ക് എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? ഈ കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ലഡാക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, കാശ്മീർ ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്താണ് നമ്മുടെ ഇന്ത്യയിലെ ശീത മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ എന്താണ്? ശരിയാണോ തെറ്റാണോ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് കരൈവ ഫോർമേഷൻസ്. കരൈവ ഫോർമേഷനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഇത് പഠിപ്പിച്ചു തരേണ്ടി വരും. എന്താണ് നമ്മുടെ സാഫ്രോൺ. നിങ്ങളിപ്പോ ബേസിക് ആയിട്ട് നിങ്ങൾ ഇപ്പൊ പഠിക്കേണ്ടത് നമുക്ക് നമ്മുടെ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനം എന്ന് തൽക്കാലം പഠിച്ചു വെക്കുക. പക്ഷെ ശരിക്കും നമുക്ക് കരൈവ ഫോർമേഷനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ഹിമാനികളെ പഠിക്കണം, ഹിമാനികളുടെ ഡെപ്പോസിഷൻ ഒക്കെ പഠിക്കണം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് മറ്റേ മൊറൈൻസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിപ്പോ പറഞ്ഞു തരാനുള്ള നേരമില്ല. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റേറ്റ്മെന്റിൽ കരേവ, മൊറൈനുകൾ എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും സ്റ്റേറ്റ്മെന്റ് കാണുവാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും. ഓക്കെ, അപ്പൊ ഹിമാനികൾ ഉണ്ട്, ഗ്ലേഷ്യേഴ്സ് ഇല്ലേ, ഈ ഗ്ലേഷ്യേഴ്സിന്റെ അല്ലെങ്കിൽ ഈ ഹിമാനികളുടെ ഒരു ഡെപ്പോസിഷൻ ആണ് നമുക്ക് മൊറൈനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മൊറൈൻസ് എന്ന് പറയുന്നത്. ഈ മൊറൈൻസും കളിമണ്ണും അതുപോലെ തന്നെ വേറെ കുറച്ച് ഡെപ്പോസിഷൻസ് ഉണ്ട്. ഇവയെല്ലാം കൂടി ചേരുന്നതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? കരൈവ എന്ന് വിളിക്കാം. ഇത് ഒരുതരം മണ്ണിനമാണ്. ഇത് നമുക്ക് എന്തിന് അനുയോജ്യമാണ്? കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കും, കരൈവ ഫോർമേഷൻ കാണുന്നത് PSCയുടെ റിപ്പീറ്റഡ് ചോദ്യമാണ്. കരൈവ ഫോർമേഷൻ കാണുന്ന ഹിമാലയ വിഭാഗം ഏത് വിഭാഗമാണ്? എവിടെയാ കാണുന്നത് കരൈവ ഫോർമേഷൻ? ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താ? കാശ്മീർ ഹിമാലയത്തിലാണ് നമ്മൾ കരൈവ ഫോർമേഷൻസ് കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരുവാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സാധനമാണ് ഇത്. അതായത് ഓരോ പാസസ് എവിടെ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ എപ്പോഴും പാസസ് ആരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കും. ഞാൻ ഓൾറെഡി കോഡൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നോക്കിക്കേ, സോജില പാസ്. സോജില പാസ് ഏത് ഭാഗത്ത്, ഏത് ഹിമാലയത്തിലാണ് ഉള്ളത്? ഗ്രേറ്റ് ഹിമാലയം. ഓക്കെ, ഗ്രേറ്റ് ഹിമാലയത്തിലാണ് സോജില പാസ് ഉള്ളത്. ഇനി ബനിഹാൽ പാസ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ബനിഹാൽ പാസ് ആണെങ്കിൽ പിർപ്പാഞ്ചൽ. നിങ്ങൾ ജമ്മു എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്ലേസസ് പഠിക്കുന്നില്ലേ? ഈ പ്ലേസസ് അല്ലാണ്ട് PSCക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെയും ചോദിക്കാം, ഏത് മൗണ്ടൈൻ റേഞ്ചിൽ സ്ഥിതി ചെയ്യുന്നു? അങ്ങനെ ചോദിച്ചുകൂടെ? ഏത് പർവ്വത നിരയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതായതുകൊണ്ട് മസ്റ്റ് ആയിട്ടും പഠിക്കുക. സോജിലയാണെങ്കിൽ ഗ്രേറ്റ് ഹിമാലയ. ഇനി ബനിഹാൽ ആണെങ്കിൽ പിർപ്പാഞ്ചലിലാണ് ബനിഹാൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഫോർട്ടുല എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? സസ്കർ. ഓക്കെ, സസ്കർ. ഇനി കാർദുംല പാസ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ലഡാക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഈ 3 വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതെല്ലാം വരയ്ക്കാം. നിങ്ങൾക്ക് ഈ ബ്ലാക്കും കൊണ്ട് വരയ്ക്കുന്ന കാണുന്നുണ്ടോ? കളർ മാറ്റണോ? ഓക്കെ, ആദ്യത്തെ മൗണ്ടൈൻ കാരക്കോറം. രണ്ടാമത്തതോ? കാരക്കോറത്തിന്റെ താഴെ ലഡാക്ക്. കാരക്കോറത്തിന്റെ താഴെ ലഡാക്ക്. ലഡാക്കിന്റെ താഴെ ആരാ ഉള്ളെ? സസ്കർ. ഇനി പുതിയ ഒരാളെയും കൂടി നമ്മൾ പഠിച്ചല്ലോ. കാശ്മീർ ഹിമാലയത്തിലോട്ടേക്ക് വരുമ്പോൾ പുതിയ ഒരാളും കൂടി ഉണ്ട്. അതാരാ? അത് പിർപ്പാഞ്ചൽ. അപ്പൊ കാരക്കോറം, ലഡാക്ക്, സസ്കർ, പിർപ്പാഞ്ചൽ. ഇങ്ങനെയാണ് ഇപ്പൊ ഇതിൽ ഓർഡർ കിടക്കുന്നത്. ഇതില് നോക്കിക്കേ. ഇനി നമുക്ക് ഇതില് മൗണ്ടൈൻസ് എങ്ങനെ കിടക്കുന്നെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് കാർദുംല പാസ് നോക്കാം. കാർദുംല പാസ് എവിടെ കിടക്കുന്നു? കാർദുംല പാസ് ഇവിടെ ലഡാക്കില്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു? കാർദുംല പാസ് കിടക്കുന്നു. അടുത്ത് നോക്കിക്കേ, ഫോർട്ടുല പാസ് എവിടെയാ കിടക്കുന്നത്? ഫോർട്ടുല പാസ് തൊട്ട് താഴെ സസ്കറില് ഫോർട്ടുല പാസ് കിടക്കുന്നു. ഓക്കെ, ഇനി ബനിഹാൽ പാസ് ഇവിടെയാണ് കിടക്കുന്നത്. ബനിഹാൽ പാസ് ഇവിടെ പിർപ്പാഞ്ചലിലാണ് ബനിഹാൽ പാസ് കിടക്കുന്നത്. ഓക്കെ, ബനിഹാൽ പാസ് കിടക്കുന്നത്. അപ്പൊ 2 രീതിയിൽ ചോദിക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ മൗണ്ടൈൻ റേഞ്ചസ് അടിസ്ഥാനപ്പെടുത്തി പാസസ് എവിടെ കിടക്കുന്നു ചോദിക്കാം.
ഇനി എക്സ്ട്രീം ലെവലിൽ ഒരു ഡിഫിക്കൽട്ട് ലെവലിലാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഈ പാസസിന്റെ നോർത്ത് ടു സൗത്ത് ഓർഡർ ചോദിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറ നോർത്ത് ടു സൗത്ത് ഓർഡർ പറ പാസസിന്റെ. കാർദുങ് ലാ പാസ്, ഫോർട്ടു ലാ പാസ്, താഴെ ആ ബനിഹാൽ പാസ്. ഓക്കെ, ചോദ്യം വരുന്ന 3 രീതികൾ കിട്ടിയില്ലേ? പാസസുമായി ബന്ധപ്പെട്ട് 3 ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നെങ്കിൽ ഇവ കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റുകൾ ചോദിക്കാം, അല്ലെങ്കിൽ സ്ഥലങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ നോർത്ത് ടു സൗത്ത് ഓർഡർ ചോദിക്കാം. 3 വന്നാലും ചെയ്തോളില്ലേ? നോർത്ത് ടു സൗത്ത് ഒക്കെ എക്സ്ട്രീം ലെവൽ ഡിഫിക്കൽട്ട് ആണെങ്കിലേ ചോദിക്കത്തുള്ളൂ. ചോദിച്ചാൽ ചെയ്തോളുക, ചോദിക്കില്ലായിരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട തടാകങ്ങൾ പഠിക്കണം. അതില് മെയിൻ ആണ് ദാൽ തടാകവും വൂളാർ തടാകവും. ഓക്കെ, ദാൽ ലേക്കും വൂളാർ ലേക്കും എന്തിന് എക്സാമ്പിൾ ആണ്? ഫ്രഷ് വാട്ടർ ലേക്സിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് മറ്റേ ലേക്സ്, അതായത് ആൽക്കലൈൻ സോൾട്ട് ലവണജല തടാകങ്ങളിലോട്ടേക്ക് വരുമ്പോൾ അവിടെ ഏതൊക്കെയാണ്? പാങ്കോങ് സോങ്ങും സുമേറിരിയും. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കുക. കാശ്മീർ ഹിമാലയത്തിൽ വരുന്ന, നിങ്ങൾ എഴുതുക, കാശ്മീർ എന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഇവിടെ എഴുതുക ഫ്രഷ് വാട്ടർ, ഇപ്പുറത്തേല് ആൽക്കലൈൻ വാട്ടർ. ഓക്കെ, ഇത് രണ്ടും കൊടുക്കുക. ഫ്രഷ് വാട്ടറിൽ വരുന്നത് ഏതൊക്കെ? ദാല്, വൂളാറ്. ഇപ്പറ വരുന്നതോ പാങ് സോങ്സോ സൊമോറിരി. ഇങ്ങനെ ഒരു ടേബിൾ അങ്ങ് വരച്ചു വെച്ചോളൂ. ഓരോ ഹിമാലയം പഠിക്കുമ്പോഴും ഇതുപോലൊരു ടേബിൾ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി, പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ പഠിക്കണം ഇവിടുത്തെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? വൈഷ്ണോ ദേവി, അമർനാഥ് ഗുഹ, പിന്നെന്താ ചാരാർ ഇ ഷെരീഫ്. ഇതൊക്കെ എന്താണ്? ഈ ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഇനി ചോദ്യം വന്ന അടുത്ത സാധനം അല്ലെ? ചോദ്യം വന്ന അടുത്ത സാധനം നമ്മുടെ ഇതിലെ ഒഴുകുന്ന, ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ്. നിങ്ങൾ പഠിക്കുക, കാശ്മീർ ഹിമാലയത്തിൽ കൂടി ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി ഏത് നദിയാണ്? ജലം നദി. ഓക്കെ, ജലം നദിയാണ് ഇവിടെ പ്രധാനമായിട്ട് ഒഴുകുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ റിവറിന്റെ 4 സ്റ്റേജസ് പഠിച്ചില്ലേ? യൂത്ത് സ്റ്റേജ് തൊട്ട് ഓൾഡ് സ്റ്റേജ് വരെയുള്ള 3 സ്റ്റേജസ് പഠിച്ചു. അപ്പൊ നമ്മൾ പഠിച്ചു അപരദനം കൂടുതൽ നടക്കുന്നത്, വി ഷേപ്ഡ് വാലീസ് ഒക്കെ ഉണ്ടാകുന്നത് എപ്പോഴാ? ഏത് സ്റ്റേജിലായിരുന്നു? യൂത്ത് സ്റ്റേജിലാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ യൂത്ത് സ്റ്റേജിൽ അപരദനം കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ ഡെപ്പോസിഷൻ, നിക്ഷേപണം എന്ന് വെച്ചാൽ എന്താ? ഈ നദി മുകളിൽ നിന്ന് ഉരുട്ടിക്കൊണ്ട് വരുന്ന കല്ലും മണ്ണൊക്കെ കൊണ്ടുപോയിട്ട് അവസാനം എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടും. അതിനെ നമ്മൾ ഡെപ്പോസിഷൻ എന്ന് വിളിക്കും. അപ്പൊ ഡെപ്പോസിഷൻ കൂടുതൽ ഏത് സ്റ്റേജിലായിരിക്കും? നദിയുടെ ഏത് സ്റ്റേജിലായിരിക്കും ഡെപ്പോസിഷൻ കൂടുതൽ ഉണ്ടാവുക? നിക്ഷേപണം. ശ്രദ്ധിച്ചു കേൾക്കുക, നിക്ഷേപണം വളരെ കൂടുതൽ എവിടെയായിരിക്കും? നിങ്ങൾ മിഡിൽ എന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കരുത് തന്നെ. നിങ്ങൾ ഒന്ന് ആലോചിച്ചേ, ഒരു മൗണ്ടെയിനിൽ നിന്ന് ശക്തിയായിട്ട് വെള്ളം ഒഴുകുന്നു. അപ്പൊ വെള്ളത്തിന് സ്പീഡ് കൂടി. ഇനി വെള്ളം നടുക്കോട്ട് എത്തുമ്പോൾ വെള്ളത്തിന്റെ സ്പീഡ് കുറയും. അപ്പോഴും അവിടെ ഇറോഷനും ഡെപ്പോസിഷനും ഉണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി സ്പീഡ് കുറഞ്ഞിട്ടില്ല. സ്പീഡ് തീരെ കുറയുമ്പോഴല്ലേ, അതായത് നദിക്ക് വയസ്സായി നദിക്ക് മണ്ണും കല്ലും ഒന്നും കൊണ്ടുപോകാൻ പറ്റണില്ല. കൊണ്ടുപോകാൻ പറ്റാണ്ടാവുമ്പോഴല്ലേ നദി എന്ത് ചെയ്യുക? അതൊക്കെ അവിടെ ഇട്ടിട്ട് പോവുക. ഇനി എന്തെങ്കിലും ആവട്ടെ, എനിക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നദി അവിടെ ഇട്ടിട്ട് പോകും. അതെപ്പോഴാ? നദിക്ക് വയസ്സാകുമ്പോൾ, ഓൾഡ് സ്റ്റേജിൽ. അപ്പൊ ഡെപ്പോസിഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയായിരിക്കും? ഡെപ്പോസിഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഓൾഡ് സ്റ്റേജിലായിരിക്കും. ഓൾഡ് സ്റ്റേജും മെച്യൂർ സ്റ്റേജും ഡിഫറെന്റ് ആണ്. മെച്യൂർ സ്റ്റേജ് എപ്പോഴാ? മെച്യൂർ സ്റ്റേജ് ഈ രണ്ടാമത്തത്, ഓൾഡ് സ്റ്റേജ് ലാസ്റ്റത്തത്. ഓക്കെ, ശരി. അപ്പൊ ഓൾഡ് സ്റ്റേജിൽ നദി ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ഡെപ്പോസിഷൻ കൂടുതലാവുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം നദി ആദ്യം ഇങ്ങനെ നേരെ ഒഴുകും. നദി ഇങ്ങനെ നേരെ ഒഴുകിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നദി ഇങ്ങനെ വളഞ്ഞൊഴുകാൻ വേണ്ടി തുടങ്ങും. ഈ വളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എന്ത് വിളിക്കുക? മിയാണ്ടർ. മിയാണ്ടർ അഥവാ മലയാളത്തില് വക്രവലയം എന്ന് വിളിക്കുന്നത്. ഇനി ഈ വക്രവലയത്തില് നദി ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഈ വക്രവലയങ്ങളുടെ ഈ സൈഡിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? നദിക്ക് മുന്നോട്ടേക്ക് കല്ലും മണ്ണൊന്നും കൊണ്ടുവരാൻ പറ്റണില്ല. അപ്പൊ നദി ഇവിടെ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോകും. ഓക്കെ, ഇങ്ങനെ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോകും. അപ്പൊ ഇവിടെ എന്തായി? ഒരു ബ്ലോക്കായി അല്ലെ? ഈ ഭാഗത്ത് ഒരു ബ്ലോക്കായി. അപ്പൊ ഇങ്ങോട്ടേക്ക് വെള്ളം കയറുന്നില്ല. പിന്നെ നദി എന്ത് ചെയ്യാൻ തുടങ്ങും? ഇങ്ങോട്ടേക്ക് മാറി ഒഴുകാൻ തുടങ്ങും. ഇവിടെ ഫുൾ ഡെപ്പോസിറ്റ് ചെയ്തു, ഇങ്ങോട്ടേക്ക് കയറി ഒഴുകാൻ പറ്റണില്ല. അതുകൊണ്ട് നദി ഇങ്ങോട്ടേക്ക് മാറി ഒഴുകും. അപ്പൊ കാലക്രമേണ ഇങ്ങനെ മാറി ഒഴുകുമ്പോൾ
ഈ ഒരു ഭാഗം മാത്രം എന്ത് ചെയ്യും? ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുന്നത് കാണാം. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? മനസ്സിലാവുന്നുണ്ടോ? ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ കാണത്തില്ലേ, ഇങ്ങനെ വെള്ളം ഒഴുകുന്നു, എന്നിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ചില ഭാഗങ്ങളിൽ മാത്രം വെള്ളം ഇങ്ങനെ കിടക്കുന്ന കാണാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓക്സ് ബോ ലേക്കുകൾ എന്ന് വിളിക്കുന്നത്. ഓക്സ് ബോ ലേക്കുകൾ. ഓക്കെ. അപ്പം ശരിക്കും ഓക്സ്ബോ ലേക്കുകൾ, ഈ മിയാൻഡറിങ് ഒക്കെ സംഭവിക്കുന്നത് എപ്പോഴാണ്? നദിയുടെ ഏത് സ്റ്റേജിലാണ്? ഏത് സ്റ്റേജിലാ നദിയുടെ? ഓക്സ്ബോ ലേക്കുകളൊക്കെ നമുക്ക് നദീന്റെ ഈ ഒരു ലേറ്റർ സ്റ്റേജിൽ, ഓൾഡ് സ്റ്റേജിലും മിഡിൽ സ്റ്റേജിലും ഒക്കെ ആയിട്ട്, മിഡിലും ഓൾഡിലും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് കാണാം? ഇത്തരത്തിലുള്ള സാധനങ്ങൾ രൂപം കൊള്ളുന്നതായിട്ട് കാണാം. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത് നദികളുടെ ഓൾഡ് സ്റ്റേജ് ആയിരിക്കുമോ, ലേറ്റർ സ്റ്റേജ് ആയിരിക്കുമോ, ഏത് സ്റ്റേജിലായിരിക്കും കാശ്മീർ ഹിമാലയ കിടക്കുക? ശ്രദ്ധിച്ച് കേൾക്കണം. കാശ്മീർ ഹിമാലയ നദിയുടെ ഏത് സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക? മോളിലാണ്. അവിടുന്നാണ് നദി ഉത്ഭവിച്ചത്, യൂത്ത് സ്റ്റേജില്. അപ്പൊ ശരിക്കും യൂത്ത് സ്റ്റേജില് ഓക്സ്ബോ ലേക്കുകളോ മിയാൻഡേഴ്സ് ഫോർമേഷൻസോ കാണാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ കാശ്മീർ ഹിമാലയത്തിൽ എന്ത് കാണും? മിയാൻഡേഴ്സ് കാണും. അതാണ് അവിടുത്തെ പ്രത്യേകത. ശരിക്കും അത് അവിടെ കാണേണ്ട സിറ്റുവേഷൻ ഇല്ല, കാരണം അത് നദികളുടെ യൂത്ത് സ്റ്റേജ് ആണ്. അപ്പൊ പ്രോബബ്ലി അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷെ ഇതിന് വിപരീതമായിട്ട് എന്തുണ്ടായി? കാശ്മീർ ഹിമാലയത്തിൽ എന്തുണ്ടാവുന്നു? മിയാൻഡർ ഫോർമേഷൻസ് ഉണ്ടാകുന്നു. അത്തരത്തില് മിയാൻഡേഴ്സ് ഫോം ചെയ്യാനുള്ള റീസൺ ആണ് ആരെന്ന് പറയുന്നത്? ദാൽ തടാകം. ഓക്കെ, ദാൽ തടാകം അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടെ ഇത്തരത്തിലുള്ള വക്രവലയങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം എന്തായത്? ഇമ്പോർട്ടന്റ് ആയത്. ഈ ചോദ്യം നമുക്ക് പ്രിലിംസിന് ചോദിച്ചത്. ഇതിന്റെ കോമഡി എന്താന്ന് ചോദിച്ചാൽ, ഇത്രയും വലിയൊരു ചോദ്യം ഒരിക്കലും LGS എക്സാമിന് ചോദിക്കാൻ പാടില്ല. കാരണം ഇത് അമ്മാതിരി കോൺസെപ്റ്റ് കാര്യങ്ങളാണ്. ഇത് എന്തിനാ LGSന് ചോദിച്ചതെന്ന് അറിയത്തില്ല. ഇത് ശരിക്കും ഒരു കുറച്ചും കൂടി ഹയർ എക്സാമിന്, മെയിൻസിന് ചോദിച്ചിരുന്നെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പ്രിലിംസിന് അത് ചോദിച്ചത് ഇച്ചിരി മോശമായി പോയി. സാരില്ല, ചിലപ്പോൾ കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ടായിരിക്കും. അപ്പൊ അതാണ് ആ സാധനം. അത് ഇനി എന്തായാലും നെക്സ്റ്റ് പ്രിലിംസിന് വരത്തില്ല. ഏതെങ്കിലും മെയിൻസിന് ഇനിയും നമുക്കത് പ്രതീക്ഷിക്കാം, വേറെ രീതിയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗത്ത്, ഇപ്പൊ നമ്മൾ മിയാൻഡേഴ്സിനെ പറഞ്ഞല്ലോ, ഇനി നമുക്ക് ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു ഭാഗത്തിന്റെ നോർത്ത് ഭാഗത്ത് നമ്മൾ വക്രവലയങ്ങൾ കണ്ടു. ഇനി ഇതിന്റെ തെക്ക് ഭാഗത്ത്, ഓക്കെ, തെക്ക് ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു സാധനമാണ് ഡൂണുകൾ. നിങ്ങൾ ഡൂൺസ് കേട്ടിട്ടുണ്ടല്ലോ, ഡെറാ ഡൂൺ, കോത്ലി ഡൂൺ എന്നൊക്കെ പറഞ്ഞ ഡൂൺസ് കേട്ടിട്ടുണ്ട്. എന്താ ഡൂണുകൾ എന്ന് വെച്ചാല്? ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസ്, അതായത് ദൈർഘ്യമേറിയ താഴ്വരകളെ. ഓക്കെ, ദീർഘമായ താഴ്വരകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നമുക്ക് ഡൂൺസുകൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഡൂൺസ് എവിടെ കാണുന്നു? ഈ ഒരു കാശ്മീർ ഹിമാലയത്തിന്റെ ഏത് ഭാഗത്ത് കാണുന്നു? തെക്ക് ഭാഗത്ത് ഡൂൺസുകൾ കാണുന്നു. ഇതിന് എന്ത് കൂടുതലാണ്? വളരെ ദൈർഘ്യമേറിയതാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസ് ആണ്. ഇത്തരത്തിലുള്ള ഇവിടെ കാണുന്ന ഡൂൺസിന് എക്സാമ്പിൾ ആണ്. ശ്രദ്ധിച്ച് പഠിക്കണേ. കാശ്മീർ ഹിമാലയത്തിലെ ഡൂൺസ് ആണ് ജമ്മു ഡൂൺ, പത്താൻകോട്ട് ഡൂൺ. ഓക്കെ, പഠിക്കുക. കാശ്മീർ ഹിമാലയത്തിലെ ഡൂൺസ് ജമ്മു ഡൂണും പത്താൻകോട്ട് ഡൂൺസും. ഓരോ ഹിമാലയത്തിലും ഓരോ ഡൂൺസ് ഉണ്ട്. അപ്പൊ സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. കാശ്മീർ ഹിമാലയത്തിലെ ആണെങ്കിൽ ജമ്മു ഡൂണും പത്താൻകോട്ട് ഡൂണും ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മള് ആദ്യത്തെ ഹിമാലയം പഠിച്ചു, കാശ്മീർ ഹിമാലയം. ഇനി കാശ്മീർ ഹിമാലയത്തിന്റെ തൊട്ട് താഴെ നമ്മുടെ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഇല്ലേ? ഹിമാചൽ സ്റ്റേറ്റ്, ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഒക്കെ ഇല്ലേ? ആ ഭാഗത്ത് കാണുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കാണുന്ന ആദ്യത്തെ ഹിമാലയത്തിന്റെ ഇവിടെയുള്ള നദികൾ ഏതൊക്കെയാ? കാശ്മീർ ഹിമാലയത്തിന്റെ അവിടെയുള്ള നദി ഏതൊക്കെയായിരിക്കും? സത്ലജ് നദി ഞാൻ പറഞ്ഞു. നമ്മുടെ അല്ലാത്ത മേജർ ഹിമാലയൻ റിവേഴ്സിൽ ഏത് നദിയായിരിക്കും ഉണ്ടാവുക? ഇൻഡസ് നദി. ഓക്കെ, ഗംഗയല്ല, ഇൻഡസ് നദിയിലെ ഇൻഡസ് നദിയും അതിന്റെ ട്രിബ്യൂട്ടറീസും ആണ്. നമ്മളിപ്പോ സത്ലജ് നദിയുടെ കാര്യം പറഞ്ഞില്ലേ? സത്ലജ് നദി എന്ന് പറയുന്നത് ആരുടെ ട്രിബ്യൂട്ടറിയാ? ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറി. അപ്പൊ ഈ മുകൾ ഭാഗം ഇത് എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് മുകളിലാണ് കിടക്കുന്നത്. കാശ്മീർ ഹിമാലയം എന്ന് വെച്ചാൽ നോർത്ത് വെസ്റ്റ് ഭാഗമാണ്. അപ്പൊ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടും കാണുന്നത് എന്തായിരിക്കും? ഇൻഡസ് നദിയും ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറീസും ആയിരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമുക്കിവിടെ ഇൻഡസ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗമായിട്ട് ഈ ഒരു ഭാഗത്തിനെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഇനി ഈ കാളി നദി, അതായത് ഇൻഡസിന്റെ മറ്റൊരു ഭാഗമാണ് രവി നദി. രവി നദി തൊട്ട് കാളി നദി വരെയുള്ള അടുത്ത ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാം? ഇൻഡസ് നദീനെയും കാണാം. അതായത് ഹിമാചലും ഉത്തരാഖണ്ഡിന്റെ ഭാഗമൊക്കെ ആയി. നമ്മുടെ ഗംഗാ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്?
ഗംഗാനദി എവിടുന്ന ഉത്ഭവിക്കുന്നത്? ഗംഗാനദി ഗംഗോത്രി ഗ്ലേഷ്യർ അല്ലെ? ഗംഗോത്രി ഗ്ലേഷ്യർ ഉത്തരാഖണ്ഡിന്റെ ഇവിടെയാണ് അല്ലെ? ഉത്തരാഖണ്ഡിന്റെ ഈ ഒരു ഭാഗത്താണ്. സോ നമുക്ക് ഇവിടെ എന്തൊക്കെ കാണാം? ഇവിടെ നമുക്ക് ഇൻഡസ് നദിയും കാണാം, അതുപോലെ തന്നെ എന്തും കാണാം? ഗംഗാ നദിയും കാണാം. അപ്പൊ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിൽ നമുക്ക് ഇൻഡസ് നദിയും ഗംഗാ നദിയും. എന്നിട്ട് ഈ നദിയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ഉണ്ടല്ലോ. അപ്പൊ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആണ് രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, രവി, ബിയാസ്, സത്ലജ്. അതുപോലെ തന്നെ ഗംഗയുടെ പോഷക നദികളായിട്ടുള്ള യമുന, ഗാഗ്ര. ഈ 5 നദികൾ നമുക്ക് ഇവിടെ കാണാം. ഉത്തരാഖണ്ഡ്, ഹിമാചൽ ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കും. കൃത്യമായിട്ട് നദികളെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിൽ കാണുന്ന ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, ഗംഗയുടെ ആണെങ്കിലോ യമുനയും ഗാഗ്രയും. അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇത് തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലഡാക്കിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് എന്തിനെ പറയാം? ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിനെ പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്? നമ്മൾ വിളിക്കില്ലേ നമ്മുടെ ഹിമാലയത്തിന്റെ നട്ടൽ എന്തായിരുന്നു? ഹിമാലയത്തിന്റെ നട്ടല് ആ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഓക്കെ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അതിനെയാണ് നമ്മൾ ഗ്രേറ്റർ ഹിമാലയ, ലെസ്സർ ഹിമാലയ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. എന്തിനെയാണ്? ഈ ഹിമാചൽ, ഹിമാദ്രി, ശിവാലിക്കിനെയാണ്. ഇന്നർ ഹിമാലയ, ഔട്ടർ ഹിമാലയ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കും. ഇവരെ 3 പേരെയും നമുക്ക് എവിടെയാ കാണുന്നത്? ഇവരെ 3 പേരെയും നമ്മൾ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലാണ് നമ്മൾ കാണുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഹിമാചൽ പ്രദേശിൽ നമ്മൾ ഈ മിഡിൽ ഹിമാലയത്തിന്, അതായത് ഈ രണ്ടാമത്തെ ഇയാളെ നമ്മൾ ഹിമാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് എന്താണ്? ദൗലധാർ. ഓക്കെ, ദൗലധാർ. ഉത്തരാഖണ്ഡിലാണെങ്കിൽ എന്താ അറിയപ്പെടുന്നു? നാഗ്തിബ. ഓക്കെ, നാഗ്തിബ എന്നും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശില് ദൗലധാർ എന്നും അറിയപ്പെടുന്നു. അപ്പൊ അത് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ശിവാലിക് എന്ന് പറയുന്നത്. ശിവാലിക് എന്ന പദം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഡെറാഡൂണിന്റെ അവിടെയുള്ള സിവാവല എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെയായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാർ എന്ത് നടത്തിയിരുന്നത്? അവരുടെ സർവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ ഈ ശിവാലിക്കിലുള്ള ഡെറാഡൂണിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ സർവേ ഓഫ് ഇന്ത്യയിലെ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ് കേട്ടോ. ഇത്തരത്തിലുള്ള ബോക്സുകളൊക്കെ നോക്കി വെക്കണേ. അപ്പൊ ഇവിടെയുള്ള പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇവിടെയുള്ള പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാ? ധർമ്മശാല, മസൂറി. മസൂറി ഇമ്പോർട്ടന്റ് ആണ്. മസൂറിന്റെ പ്രത്യേകത എന്താണ്? മസൂറിയിലാണ് ഇത് കേട്ടിട്ടുണ്ടോ? ലബാസന കേട്ടിട്ടുണ്ടോ? ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഫോർ അഡ്മിനിസ്ട്രേഷൻ, ലബാസന കേട്ടിട്ടുണ്ടോ? IAS ട്രെയിനിങ്. ഇതെവിടെയാ? മസൂറിയിലാണ്. അപ്പൊ ധർമ്മശാല, മസൂറി. ധർമ്മശാല പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ധർമ്മശാല, മസൂറി, ഷിംല, കൗസാനി. ഇതൊക്കെ നമുക്ക് എവിടെയാ കാണാൻ വേണ്ടി സാധിക്കുന്നത്? ഈ ഒരു ഭാഗത്താണ് കാണാൻ വേണ്ടി സാധിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഡൂണുകൾ ഏതൊക്കെയാ? ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഡൂണുകളാണ് ചണ്ഡീഗഡ് കൽക്ക ഡൂൺ, ഡെറാഡൂൺ, ഹരിക്കെ ഡൂൺ, കോട്ട ഡൂൺ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഡൂണുകൾ. മറ്റടുത്ത പ്രധാനപ്പെട്ട ഡൂൺസ് ഏതൊക്കെയായിരുന്നു? ആദ്യം പഠിച്ചതിലെ പ്രധാനപ്പെട്ട ഡൂൺസ് ഏതൊക്കെയായിരുന്നു? കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഡൂൺസ് ഏതാ? ജമ്മു ഡൂണും ഉണ്ട്. പിന്നെ ഏതാ? നമ്മളിപ്പോ കുറച്ചു മുന്നേ പഠിച്ചതേ ഉള്ളൂ, പതാങ്കോട്ട് ഡൂണും. ജമ്മു ഡൂണും പതാങ്കോട്ട് ഡൂണും. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡെറാഡൂൺ, ഹരിക്കെ ഡൂൺ, കൽക്ക ഡൂൺ, കോട്ട ഡൂൺ തുടങ്ങിയവയൊക്കെയാണിത്. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ഡൂണാണ് ഏതെന്ന് പറയുന്നത്? ഡെറാഡൂൺ എന്ന് പറയുന്നത്. ഓക്കെ, ഡെറാഡൂൺ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഞാൻ സ്റ്റേറ്റ്മെന്റ് തരാം. ബോട്ടിയ ഗോത്രവർഗം കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണോ? ബോട്ടിയ ഗോത്ര വിഭാഗം കാശ്മീർ ഹിമാലയത്തിലാണ്. ആണോ? ബോട്ടിയ ഗോത്രവർഗം എന്ന് പറയുന്നത് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിൽ വരുന്നതാണ് കേട്ടോ. ബോട്ടിയ ഗോത്രവർഗം ബോട്ടിയ ഗോത്രവർഗത്തിനെ നമുക്ക് ധാരാളമായി കാണുന്നത് എവിടെയാണ്? ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലാണ്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇവര് മറ്റേ ദേശാടനം നടത്തുന്ന ആൾക്കാരാണ്. അപ്പം ഇവരെങ്ങോട്ടേക്ക് പോകും? വേനൽക്കാലമാകുമ്പോൾ ഇവരെങ്ങോട്ടേക്ക് പോകും? ബുഗ്യൽസുകളിലേക്ക് പോകും. ബുഗ്യലുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ? മറ്റേ ഇതില്ലേ, ഗ്രാസ് ലാൻഡ്സ് ഇല്ലേ, ഗ്രാസ് ലാൻഡ്, പുൽമേടുകളില്ലേ, അതിനാണ് ബുഗ്യലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് വേനൽക്കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ബുഗ്യലുകളിലോട്ടേക്കും
ശൈത്യകാലമാകുമ്പോൾ അവർ എന്ത് ചെയ്യും? തിരിച്ച് താഴേക്ക് വരും. ഓക്കെ, അപ്പൊ ഇവർ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ്മെന്റ് നടത്തുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നു, വാലി ഓഫ് ഫ്ലവേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണെന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഇവിടെ നമുക്ക് കാണുന്ന പ്രധാനപ്പെട്ട സാധനമാണ്, തീർത്ഥാടന കേന്ദ്രമാണ് ഗംഗോത്രി, യമുനോത്രി, കേദർനാഥ്, ബദ്രിനാഥ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. അപ്പം ഇവിടെയാണ് നമുക്ക് എന്ത് കാണുന്നത്? പഞ്ചപ്രയാഗുകൾ കാണുന്നത്. ഓക്കെ, പഞ്ചപ്രയാഗ് എന്ന് വെച്ചാൽ എന്താ? 5 നദികൾ വന്ന് സംഗമിക്കുന്നു. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സാധനമാണ് പഞ്ചപ്രയാഗ്. നമ്മൾ നദികൾ, നിങ്ങൾ എന്ത് ചെയ്യണം? നദികളുടെ ഭാഗത്ത് ഗംഗാ നദിയുടെ അവിടെ പഞ്ചപ്രയാഗ് പഠിക്കണം. നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിക്കുക, ആ നോട്ട് നോക്കുക. അല്ലാത്തവര് ഇതേ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ നമ്പർ 3 നീരൊഴുക്ക് വ്യൂഹം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ ഒന്ന് നോക്കി വെച്ചേക്കുക. അറിയില്ലെങ്കിൽ വിട്ടേക്കൂ, ജസ്റ്റ് ഒന്ന് നോക്കി പോവുക കേട്ടോ. ഓക്കെ, അങ്ങനെ ആ ഹിമാലയവും കഴിഞ്ഞു. അപ്പം മുകളിലെ കാശ്മീർ ഹിമാലയം കഴിഞ്ഞു, തൊട്ട് താഴത്തെ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം കഴിഞ്ഞു. ഇനി അതിന്റെ തൊട്ട് താഴെ വരുന്ന ഹിമാലയമാണ് ഏതെന്ന് പറയുന്നത്? ഡാർജിലിംഗ് സിക്കിം ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സിക്കിമിന്റെ ഭാഗത്തുള്ള ഹിമാലയം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇവിടെയാണ് എന്ത് കാണുന്നത്? കാഞ്ചൻജംഗ കാണുന്നത്. കാഞ്ചൻജംഗയുടെ പ്രത്യേകത എന്താ? കാഞ്ചൻജംഗയുടെ പ്രത്യേകത, കാഞ്ചൻജംഗ എന്താ? ഉയർന്ന ഹയസ്റ്റ് പീക്കാണ്, കംപ്ലീറ്റ്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ അല്ലെ? ഓക്കെ, അത് ആക്ച്വലി ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള സാധനമാണ്. PSC അതിന് പല ആൻസേഴ്സും കൊടുക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലം ഇപ്പൊ പഠിച്ചു വെച്ചോളൂ. കാഞ്ചൻജംഗ കാണുന്നത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ ഭാഗത്താണ്. ഇവിടെ നമുക്ക് പല രീതിയിലുള്ള താഴ്വരകളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ കാണുന്ന ഗോത്ര വിഭാഗമാണ് ലെപ്ച. മറ്റിടത്ത് കണ്ടത് ബോത്തിയ. ഓക്കെ, നേരത്തെ പഠിച്ചെടുത്ത് ബോത്തിയനെ കണ്ടു. ഇവിടെ നമ്മൾ ഏതിനെ കാണുന്നു? ലെപ്ചേനെ കാണുന്നു. ഓക്കെ, ഇവിടെ ലെപ്ച വിഭാഗമാണ് ഉള്ളതെന്ന് പഠിക്കാം. ശരി, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അതായത് ഇവിടുത്തെ മണ്ണിന്റെ ഒക്കെ ഒരു പ്രത്യേകത കാരണം ഇവിടെ അതായത് മറ്റേ സ്ഥലങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മഞ്ഞുവീഴ്ച ഉണ്ടല്ലോ, അതായത് ശീതകാലത്തിന്റെ ഒക്കെ ഒരു അളവ് കുറച്ചും കൂടി കൃത്യമാർന്നതാ മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം അവിടുത്തെ ഇന്റൻസിറ്റി കുറച്ചും കൂടി കുറവാ. അതുകൊണ്ട് ഇവിടെ എന്ത് കാണാം നമുക്ക്? തേയിലത്തോട്ടങ്ങൾ. ഓക്കെ, തേയിലത്തോട്ടത്തിന്, അത് തേയിലക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഓക്കെ, അതുകൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ ഒരു ഭാഗത്ത് തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരും, ബ്രിട്ടീഷുകാർ അവിടുത്തെ അനുകൂല സാഹചര്യങ്ങൾ മുതലാക്കിക്കൊണ്ട് തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. കറക്റ്റ് ആണോ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കാണുന്ന മറ്റൊരു സാധനമാണ് ദ്വാർ ഫോർമേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ 2 ഫോർമേഷൻസ് ആണ് ഈ ഭാഗത്ത് പഠിക്കുക. ഒന്ന് കരേവ ഫോർമേഷൻ എവിടെയായിരുന്നു? കരേവ ഫോർമേഷൻ അത് കാശ്മീർ ഹിമാലയത്തിൽ. കരേവ ഫോർമേഷൻ കാശ്മീർ ഹിമാലയത്തിലാണെങ്കിൽ ദ്വാർ ഫോർമേഷൻ എവിടെയാ? ദ്വാർ ഫോർമേഷൻ ഉള്ളത് സിക്കിം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ് ഇതുള്ളത്. അപ്പൊ ഈ ദ്വാർ ഫോർമേഷൻ എന്തിനു അനുകൂലമാണ്? ദ്വാർ ഫോർമേഷൻ ആണ് എന്തിനു അനുകൂലം? തേയിലത്തോട്ടങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത്. ഓക്കെ, തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇവിടെ നമുക്ക് ധാരാളം ഓർക്കിഡ്സുകളും കാണാൻ വേണ്ടി സാധിക്കും. ഇനി സെക്കൻഡ് ലാസ്റ്റ് വൺ ആണ് അരുണാചൽ ഹിമാലയം എന്ന് പറയുന്നത്. അരുണാചൽ ഹിമാലയം ഇവിടെ നിങ്ങൾ പഠിക്കുക. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട കൊടുമുടികൾ കാങ്തു, നംച പർവയാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ കാമേങ്, സുബൻസിരി, ദിഹാങ്, ദിബാങ്, ലോഹിത്, ഇതൊക്കെ എന്താണ്? ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികളാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ഇത് ഏത് നദിയുടെ പോഷക? സുബാൻസിരി, ദിഹാങ്, ദിബാങ് എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? ബ്രഹ്മപുത്ര. ഓക്കെ, ബ്രഹ്മപുത്ര. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, മറ്റിടത്ത് നമ്മൾ ഗംഗാ നദീനെയും അതുപോലെ തന്നെ ഇൻഡസ് നദീനെയും കണ്ടു. ഇപ്പൊ നമ്മൾ അരുണാചൽ പ്രദേശിലോട്ടേക്ക് കയറി അല്ലേ? ഇവിടെയാണ് അരുണാചൽ പ്രദേശ്, ഈ ഒരു ഭാഗത്തോട്ടേക്ക് കയറി. അപ്പൊ ഇവിടെ വരുന്നത് ഏത് നദിയാണ്? ഇവിടെ വരുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഓക്കെ, അപ്പം ഈ നദികൾ എന്നൊക്കെ പറയുന്നത് വറ്റാത്ത നദികളാണല്ലേ? പെരന്നിയൽ റിവേഴ്സ് ആണ്. എന്താണ് പെരന്നിയൽ റിവേഴ്സ് എന്ന് വെച്ചാല്? നദികൾ വറ്റൂല, അത് സീസണൽ അല്ല. മറ്റു നദികൾ, ഇപ്പൊ നമുക്ക് കേരളത്തിലെ നദികളൊക്കെ എന്താണ്? സീസണൽ റിവേഴ്സാ അല്ലെ? മഴയെ ആശ്രയിച്ച് വെള്ളം വരുന്ന നദികളാണ് നമ്മുടെ റിവേഴ്സ്. അതുകൊണ്ട് അത് വറ്റും. മഴയില്ലാത്തപ്പോ അത് വറ്റിപ്പോവും. ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഭാരതപ്പുഴയൊക്കെ വറ്റി വരണ്ട് കിടക്കുന്നേ?
അതെന്തുകൊണ്ടാണ്? സീസണൽ റിവർ ആയതുകൊണ്ടാണ്. പക്ഷെ ഹിമാലയൻ നദികൾ എന്താണ്? പെരന്യൽ റിവേഴ്സാ. എപ്പോഴും വെള്ളം ഉണ്ടാവും അതിൽ, അല്ലെ? എപ്പോഴും വെള്ളം ഉണ്ടാവും. കാരണം എന്താ? അതിന്റെ മുകളിൽ മൊത്തം ഗ്ലേഷ്യേഴ്സ് ആണ്. മഞ്ഞ് ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ നദികൾ, ഇപ്പൊ നമ്മൾ ഈ അരുണാചൽ ഹിമാലയത്തിൽ കാണുന്ന ഈ നദികൾ എന്തിനു ശേഷിയുള്ളതാ? ഉയർന്ന ജലവൈദ്യുത ഊർജ്ജശേഷി ഉള്ളവയാണ്. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ധാരാളം ഗോത്രങ്ങളെ കാണാം. മോൺപ, ദഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗ, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഗോത്ര വിഭാഗങ്ങളെ കാണാം. ഈ ഗോത്ര വിഭാഗങ്ങളുടെ പേരനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? മൗണ്ടെയിൻസിന് പേര് കൊടുത്തേക്കുന്നത്. നാഗ ഹിൽസ്, അബോർ മിഷ്മി ഹിൽസ്, കേട്ടിട്ടില്ലേ? മിഷ്മി ഹിൽസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് ഈ ഗോത്ര വിഭാഗങ്ങളുടെ പേര് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കൃഷിയാണ് ജുമ്മിങ്. ഓക്കെ, ജുമ്മിങ് എന്ന് പറഞ്ഞാൽ, ജുമ്മിങ്ങിന് വെച്ചാൽ എന്താണെന്നറിയോ? നമ്മൾ മറ്റേ കാടില്ലേ, കാടൊക്കെ വെട്ടിത്തെളിക്കും. കാടെല്ലാം വെട്ടിത്തെളിച്ച് തീയിട്ടിട്ട് ആ തീന്റെ ഇതുണ്ടല്ലോ, ചാരവില്ലേ, അതിലായിരിക്കും കൃഷി ചെയ്യുക. എന്നിട്ട് അവരവിടെ കൃഷി നടത്തിയിട്ട് കുറെ കാലം കൃഷി നടത്തും. എന്നിട്ട് അത് അങ്ങനെ ഇട്ടിട്ട് പോകും. പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോഴത്തേക്കും വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും? അത് കാടായി മാറും. ഒരു 10-20 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും അവിടെ കാടൊക്കെ ആയിട്ടുണ്ടാവും. വീണ്ടും ഇത് ഇത്തരത്തിൽ നടത്തുന്ന കൃഷി നമുക്ക് എന്തെന്ന് പറയാം? വെട്ടിച്ചുട്ട് കൃഷി, അഥവാ സ്ഥാനാന്തര കൃഷി, ജുമ്മിങ് കൃഷി എന്നൊക്കെ പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള ജുമ്മിങ് കൃഷിയൊക്കെ നമുക്ക് ഈ ഗോത്ര വിഭാഗങ്ങൾ ധാരാളമായിട്ടും ചെയ്യുന്നതായിട്ട് കാണാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് വൺ. ഓക്കെ, ലാസ്റ്റത്തെ ഹിമാലയമാണ് നമ്മുടെ ഈ ഈ ഈ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഹിമാലയാസ്. ഈ താഴെ ഭാഗത്ത് കാണുന്ന ഹിമാലയാസ്, അതാണ് വടക്ക് കിഴക്കൻ കുന്നുകൾ, അല്ലെ? നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻസ്. അതിന് നമ്മൾ വിളിക്കുന്ന വേറെ പേരെന്താ? അതിന്റെ വേറെ പേരെന്താ? പൂർവാഞ്ചൽ. പൂർവാഞ്ചലിൽ നമുക്ക് എന്തൊക്കെ കാണാം? പട്കായി ബൂം, നാഗ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, അതുപോലെ തന്നെ ലൂഷായ് ഹിൽസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഇവിടെയുള്ള പ്രധാനപ്പെട്ട നദിയാണ് ഏതെന്ന് പറയുന്നത്? ബറാക്ക് റിവർ. ഓക്കെ, ബറാക്ക് റിവർ എന്ന് വെച്ചാൽ നമ്മുടെ മണിപ്പൂരിലെയും അതുപോലെ തന്നെ മിസോറാം, ഇതൊക്കെ പഠിക്കണേ. മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാനപ്പെട്ട നദിയാണ് ബറാക്ക് റിവർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണുന്ന പ്രധാനപ്പെട്ട ഒരു തടാകമുണ്ട്. ആ തടാകമാണ് ലോക്തക് ലേക്ക്. ലോക്തക് ലേക്ക് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ ലോക്തക് ലേക്കിന്റെ പ്രത്യേകത? മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ് ലോക്തക് ലേക്കിന്റെ? ഒരുപാട് വട്ടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാ. പറഞ്ഞേ. ലോക്തക് ലേക്കില് എന്തുണ്ട്? ഒരു നാഷണൽ പാർക്ക് ഇല്ലേ? ഏതാ? ആ, ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് അല്ലേ? ആ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കിന്റെ പേരെന്നാ? ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കിന്റെ പേരെന്നാ? കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു സ്പീഷീസും കൂടി ഉണ്ട്. ഡാൻസിങ് ഡീർ എന്നൊക്കെ അറിയപ്പെടുന്ന ഡാൻസിങ് ഡീർ, അതേതാ? ഷാങ്കായ് ഡീറിനെയൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലെ? ഷാങ്കായ് ഡീർ കേട്ടിട്ടില്ലേ? ഷാങ്കായ് ഡീറിനെ. ഓക്കെ, അപ്പൊ ഇതാണ് ചോദ്യം വന്നത്. മൊളാസിസ് തടം എന്നും അറിയപ്പെടുന്ന മിസോറാം, ഇതാണ് ചോദ്യം വന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് കാണുന്ന പ്രധാനപ്പെട്ട നദികളെല്ലാം ഏത് നദിയുടെ പോഷക നദികളാണ്? നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണെന്നും കൂടി പഠിച്ചു വെക്കുക. ഇനി ഇവിടെ മറ്റേ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മണിപ്പൂരിന്റെ കിഴക്ക് ഭാഗത്തുള്ള നദികൾ എന്ന് പറയുന്നത് നമ്മുടെ മ്യാൻമറിലെ ഐരാവതി നദിയുടെ പോഷക നദിയായ ചിന്ദ്വിൻ നദിയുടെ പോഷക നദികളെയാണ് നമുക്ക് എവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്? മണിപ്പൂരിന്റെ കിഴക്ക് ഭാഗത്തുള്ള നദികളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഹിമാലയവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ആക്ച്വലി ഞാൻ ഇന്ന് ഹിമാലയവും സമതലങ്ങളും പ്ലാറ്റ്യൂവും മൊത്തം എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പൊ തന്നെ 9:20 അല്ലേ? ഹിമാലയം ഓക്കെ ആണോ? ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇത് നിങ്ങൾ ഇനി വായിച്ചു നോക്കുമ്പോ കിട്ടിക്കോളില്ലേ? ആദ്യമായിട്ടാണോ? ഓക്കെ അരുൺ.
ഗോകുലും എല്ലാവരും ആദ്യമായിട്ടാണോ? ഗോകുല് നമ്മുടെ പെയ്ഡ് ബാച്ചിലുള്ള ഗോകുൽ അല്ലേ, അതോ ഫ്രീ ഗ്രൂപ്പിലുള്ള ഗോകുലാണോ? അപ്പൊ നാളെ എന്ത് ചെയ്യാം? പെയ്ഡ് ആണ്, ഓക്കെ. അപ്പൊ നാളെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം. അതായത് ഏർ, ബാക്കി ചാപ്റ്റേഴ്സ് നോക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു, എന്റെ മനസ്സ് പറയുന്നു, ഇതിന്റെ തേർഡ് ചാപ്റ്റർ ഉണ്ട്. അതായത് ഈ ഇതേ ടെക്സ്റ്റ് ബുക്കിലെ തേർഡ് ചാപ്റ്റർ ഉണ്ട്, നീരൊഴുക്ക് വ്യൂഹം. അതിൽ നിന്ന് ചോദ്യം വരാൻ ഒരു സാധ്യത ചെറുതായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതിലെ കുറച്ച് കാര്യങ്ങൾ മൊത്തം ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞുതരാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ നമുക്ക് സമയമില്ല. അപ്പം വൈകുന്നേരത്തെ ലൈവിൽ ഇത് മാത്രം നോക്കുക. പകല് നിങ്ങളിരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും നാൾ എന്താണോ പഠിച്ചുകൊണ്ടിരുന്നത് അത് മാത്രം പഠിക്കുക കേട്ടോ. ഈ ലൈവിൽ മാത്രം ഈ പോയിന്റ്സ് പഠിച്ചാൽ മതി. ഇനി അതിനുവേണ്ടി നിങ്ങൾ സമയം കളഞ്ഞ് നിങ്ങളുടെ സമയം കളയരുത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 5-6 ചോദ്യങ്ങൾക്ക് വേണ്ടി അപ്പുറത്ത് കിടക്കുന്ന 95 ചോദ്യങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. ഇതേ ടൈമിൽ തന്നെയായിരിക്കും. ഞാൻ ലിങ്ക് എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഗുഡ് നൈറ്റ്, താങ്ക് യു.